ഹായ് മക്കൾസ്, അപ്പോ ഓണപരീക്ഷ അടുത്തിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷാവേളയിൽ ടെല്ല ക്ലാസ്സസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ ഫുൾ ചാപ്റ്റർ ഫുൾ ചാപ്റ്ററും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും എല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിനും അതുപോലെ കഴിഞ്ഞ വർഷത്തെ സേ പരീക്ഷയ്ക്കും ഇത് രണ്ടും മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ് റിലേഷൻസ് എന്ന് നോക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിൽ നമ്മളിപ്പോ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ്? റിലേഷൻസ്. എന്താണ് മക്കളെ ഈ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ രണ്ടു മൂന്ന് ആൾക്കാർ തമ്മിൽ പരസ്പരമുള്ള ബന്ധത്തിനെയാണ് നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് റിലേഷൻസ് ഒക്കെ പഠിച്ച് മൊത്തത്തിൽ കൺഫ്യൂഷനായി കിളി പറഞ്ഞിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളിവിടെ ഡീറ്റെയിൽഡ് അങ്ങനെ വാസ്റ്റ് ആയിട്ട് കാട് കയറിയൊന്നും പോകുന്നില്ല. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ റിലേഷൻസ് എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ റിലേഷൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിയേണ്ടത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ്. എന്താണ് മക്കളെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും എലമെന്റുകൾ തമ്മിൽ പെയർ ചെയ്ത് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ പെയറുകളുടെയും കളക്ഷനാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലുള്ള ഓരോരുത്തരും ഓരോ പെയർ ആയിരിക്കും. ഇത് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചത്. ആക്ച്വലി റിലേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു എ ക്രോസ് ബി, അതായത് എയിൽ നിന്നും ബിയിലുള്ള ആൾക്കാരുടെ പേരുകളുടെ എടുക്കുന്ന എല്ലാ കളക്ഷന്റെയും ആ ഒരു കളക്ഷന്റെ എന്താണ്? സബ്സെറ്റ് ആണ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബിയുടെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോ എയിലുള്ള എലമെന്റുകളും ബിയിലുള്ള എലമെന്റുകളും തമ്മിൽ പെയർ ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാ പെയർ ചെയ്തിരിക്കുന്നേ? അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞിട്ടുണ്ടാകണം. ആ പറഞ്ഞിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാർ, ആ കണക്ഷൻ ട്രൂ ആകുന്ന അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന ആൾക്കാരെ തമ്മിൽ എന്ത് ചെയ്യുക? പെയർ ചെയ്യുക. ഓക്കെ, അപ്പോ എയിൽ നിന്ന് ബിയിലോട്ടാണ് നമ്മൾ ഒരു റിലേഷൻ പറയുന്നതെങ്കിൽ ആദ്യത്തെ എലമെന്റ് എയിൽ നിന്നുമായിരിക്കണം, രണ്ടാമത്തെ എലമെന്റ് ബിയിൽ നിന്നുമായിരിക്കണം. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ച സെറ്റ്സ് പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സെറ്റ്സിൽ നമ്മൾ ആൾക്കാരെ പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ വെറുതെ എടുത്ത് കണ്ടീഷൻ ചെയ്യാവുന്നവരെ എടുത്തെഴുതും. ഇവിടെ നമ്മൾ കണ്ടീഷൻ ശരിയാവുന്ന ആൾക്കാരെ തമ്മിൽ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ഓക്കെ, അല്ലാതെ വലിയ ഒത്തിരി കാടുകയറി ചിന്തിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ അങ്ങനെ ആകും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാകും. സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ എന്താണ്? എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ ആർക്കൊക്കെ ശരിയാകും എന്നുള്ളത് ശ്രദ്ധിച്ച് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, റിലേഷൻ ഓൺ എ ടു ബി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ ആൾ എക്സ് എയിൽ നിന്നും വൈ ബിയിൽ നിന്നും ആയിരിക്കണം. ആ ബിയിൽ നിന്ന് അല്ലാത്ത ആരെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ എലമെന്റുകൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അത്രയും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ അത് എ ടു എ ആണ്. എയിൽ ആൾക്കാരുമായിട്ട് തന്നെ എന്താണ്? കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ എലമെന്റ് എയിൽ നിന്ന് വരണം, രണ്ടാമത്തെ എലമെന്റ് എയിൽ നിന്ന് വരണം. അപ്പൊ അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? റിലേഷൻസ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ്. ടൈപ്സ് ഓഫ് റിലേഷനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രിവിയൽ ആയിട്ടുള്ള രണ്ട് റിലേഷൻസ് ആണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. വൺ വേർഡിൽ എങ്ങാനും ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും പറഞ്ഞ സിമ്പിൾ സാധനമാണ്. ആദ്യത്തത് എംപ്റ്റി റിലേഷൻ. ഒരു റിലേഷൻ എപ്പോഴാണ് എംപ്റ്റി എന്ന് പറയുന്നത്? ആ റിലേഷൻ ആയിട്ട് നമ്മൾ എടുത്തു വെച്ച സെറ്റിന്റെ അകത്ത് ആരും ഇല്ലാതിരിക്കുക. ഓക്കെ, അതായത് എയിൽ നിന്ന് എയിലോട്ട് ഒരു റിലേഷൻ എംപ്റ്റി ആണെന്ന് പറയണമെങ്കിൽ അതിലുള്ള ഒരു എലമെന്റിനെയും കണക്ട് ചെയ്യാൻ സാധിക്കരുത്. ഓക്കെ, അങ്ങനത്തെ റിലേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്ന എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാരുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാരും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ റിലേഷൻ. അപ്പൊ യൂണിവേഴ്സൽ റിലേഷൻ എന്തായിരിക്കും? എ ക്രോസ് എ തന്നെയായിരിക്കും. കാരണം നമ്മൾ അതല്ലേ പറഞ്ഞ എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ള എല്ലാരുമായിട്ടും കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിലേഷൻ, കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെറ്റിനെയാണ് നമ്മൾ എ ക്രോസ് എ എന്ന് പറഞ്ഞത്.
അപ്പൊ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? across A തന്നെയാണ്. ഓക്കെ, ബേസിക് ആയിട്ട് അത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി നമ്മൾ പറയുന്ന പേര് ട്രിവിയൽ റിലേഷൻസ് ആണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? അത് ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു റിലേഷൻ ആണ്. ഓക്കെ, ബാക്കി നമുക്ക് വേറെ കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒന്നും ഇല്ലാത്ത റിലേഷൻ നമുക്ക് പറയാൻ പറ്റും, എല്ലാവരും ഉള്ള ഒരു റിലേഷനും പറയാൻ പറ്റും. ആ റിലേഷനുകളുടെ പ്രത്യേകത അത് നമ്മളുടെ സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന റിലേഷൻ ഒക്കെ ട്രൂ ആകും. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി അടുത്ത് നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് റിലേഷൻ. എന്താണ് മക്കളെ റിഫ്ലക്സീവ് റിലേഷൻ? റിഫ്ലക്സീവ് നമ്മള് ഭയങ്കര റിഫ്ലക്സ് ആണെന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അതെന്താ ഉദ്ദേശിക്കുന്നത്? നാം ഒരൊറ്റ അടി തരാൻ നോക്കിയാ നിങ്ങൾ തിരിച്ചു തിരിഞ്ഞ് ഒറ്റ അടി തിരിച്ചു തരും അല്ലെ? അത്രേ ഉള്ളൂ. അത് തന്നെയാണ് റിഫ്ലക്സീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഒരാളെ അടിക്ക് അടി. ഓക്കെ, അപ്പോ എ റിലേറ്റഡ് ടു എ, അതാണ് റിഫ്ലക്സീവ് എന്ന് പറയുന്നത്. എ റിലേറ്റഡ് ആയിരിക്കും. എ എന്ന് പറയുന്നത് എയുമായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇഫ് എ എലമെന്റ് ഓഫ് എ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ, നമ്മൾ എയിൽ നിന്ന് എയിലോട്ടുള്ള റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ആ റിലേഷനിൽ എന്തുണ്ടാകണം? എ എന്ന് പറയുന്ന ക്യാപിറ്റൽ എ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ സെറ്റിന്റെ അകത്തുള്ള എല്ലാരെയും അവരുമായിട്ട് പെയർ ചെയ്യുന്ന ആൾക്കാർ വേണം. ഓക്കെ, അപ്പൊ ഒന്നിന് ആരുമായിട്ട് പെയർ ചെയ്യണം? ഒന്നുമായിട്ട് റിലേറ്റഡ്. അപ്പൊ 1 1 വേണം, ഇനി 2 2 വേണം, 3 3 വേണം. അപ്പൊ സെറ്റ് 1 2 3 ആണ് നമ്മളുടെ എ എന്ന് വിചാരിച്ചാൽ അവിടെ 1 1 വേണം, 2 2 വേണം, 3 3 വേണം. അത്രേ ഉള്ളൂ റിഫ്ലക്സീവ്. അല്ലാതെ വേറെ കാട് കയറി എന്ന് ചിന്തിക്കേണ്ട ഒന്നും കാര്യമില്ല. ഓക്കെ, നമ്മളുടെ മെയിൻ സെറ്റ് എടുക്കുന്ന മെയിൻ സെറ്റിലുള്ള എല്ലാവരും അവരുമായിട്ട് എന്ത് ചെയ്യണം? റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ്. എല്ലാരും റിലേറ്റഡ് ആയിരിക്കണേ. സിമ്മട്രിക്കും ട്രാൻസിറ്റീവും പോലെ കണ്ടീഷൻ ദെൻ കണ്ടീഷൻ അങ്ങനെയൊന്നുമില്ല. എല്ലാരും എന്തായിരിക്കണം? റിലേറ്റഡ് ആയിരിക്കണം. എല്ലാരും അവനവനുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് മറ്റേ അടിക്ക് അടി എന്ന് ആലോചിച്ചാൽ മതി. അടി റിലേറ്റഡ് ടു അടി, സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തതാണ് സിമ്മട്രിക് റിലേഷൻ. എന്താണ് മക്കളെ സിമ്മട്രിക് റിലേഷൻ എന്ന് പറഞ്ഞ? സിമ്മട്രി. ഓക്കെ, ഇവിടെ പോലെ അതല്ലേ സിമ്മട്രി എന്ന് പറയുന്നത്, ഒരുപോലെ. ഓക്കെ, അപ്പോ എ ബിയുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ബി എയുമായിട്ട് എന്ത് ചെയ്യണം? റിലേറ്റഡ് ആയിരിക്കണം. എ ബിയുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ മാത്രം മതി കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാകണം. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാകണം. 3 2 ഉണ്ടെങ്കിൽ 2 3 ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ആരുണ്ടോ അതിന് നമുക്ക് തിരിച്ചെഴുതിയ എലമെന്റും അവിടെ കാണണം. അങ്ങനെയുള്ള എല്ലാ പേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നിന്ന് വിളിക്കാം? സിമ്മട്രി എന്ന് വിളിക്കാം. ഇനി 1 2 ഇല്ല 2 1 ഇല്ല, പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. 1 2 ഉണ്ടെങ്കിൽ മാത്രം 2 1 ഉണ്ടായാൽ മതി. 1 2 2 1 ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രണ്ടുപേരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അപ്പൊ സിമ്മട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ, അതായത് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. ഓക്കെ, ഒരുപോലെ ഇവിടെ നിന്ന് എങ്ങനെയാണോ അങ്ങോട്ട് പോയത് അതുപോലെ തിരിച്ചും ഇങ്ങോട്ടൊരു കണക്ഷൻ വേണം. പരീക്ഷയ്ക്ക് ഞാൻ നിനക്ക് പറഞ്ഞു തന്നാൽ നീ എനിക്കും പറഞ്ഞു തരണം. അല്ലാതെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ട് നീ തിരിഞ്ഞിരുന്ന് പരീക്ഷ എഴുതിയാൽ ശരിയാവോ? അതാണ് എന്തെന്ന് പറയുന്നത്? സിമ്മട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എല്ലാം പരീക്ഷയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അടുത്തത് ട്രാൻസിറ്റീവ് റിലേഷൻ. എന്താണ് മക്കളെ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്? എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും, അതായത് ഇവിടെ എൻഡ് ചെയ്യുന്ന ആള് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ സി ഒക്കെ എവിടെ നിന്ന് വന്നു സാറേ? അതൊക്കെ കുറെ പിള്ളേർക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊന്നും നമ്മൾ ചിന്തിക്കണ്ടേ. എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റും ആ എൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ ആ എലമെന്റുകൾ ഫുൾ സെറ്റ് എഴുതി കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലോട്ടും അതുപോലെ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എൻഡ് ചെയ്യുന്ന ആളിൽ നിന്ന് വേറൊരാളിലേക്ക് നമുക്ക് റിലേഷൻ പറയാൻ പറ്റിയാൽ, അങ്ങനെ പറയാൻ പറ്റിയാൽ മാത്രമാണ് എന്ത് ചെയ്താൽ മതി? എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. അതായത് ഈ നടുക്കുള്ള ആളില്ലാതെ നമുക്ക് മറ്റൊരു രണ്ടുപേരും കൂടെ കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ പരീക്ഷയുടെ കോപ്പി അടിക്കുന്നത് തന്നെ നമുക്ക് പറയണമെങ്കിൽ എന്ത് പറയാം? ഞാൻ നിനക്ക് പറഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, നീ അവനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവന് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു അല്ലേ? ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, നീ അവന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? അവന് പറഞ്ഞു കൊടുത്തു. അതല്ലേ അതിന്റെ പിന്നിലെ ലോജിക്. ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, നീ ആർക്കും പറഞ്ഞൊന്നും കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ? ഇല്ല. ഓക്കെ, ആ ഒരു സാധനം അപ്പൊ ഉണ്ടെങ്കിൽ മാത്രം എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ മാത്രം എന്ത് നോക്കിയാൽ മതി? എ സി നോക്കിയാൽ മതി.
ഇത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തെറ്റാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ എങ്കിലും കാണിക്കുക. തെറ്റാണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ എങ്കിലും കാണിക്കുക. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പോലും തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ട്രൂ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ആ ഒരു കണ്ടീഷനിൽ ഒന്നും തെറ്റാണെന്ന് പറയാം. അതിപ്പോ കാരണം ഞാൻ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് പലർക്കും തെറ്റുന്ന ഒരു സാധനമാണ്. അവര് എ ബി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ബി സി ഇല്ലാത്തതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ മാത്രമേ എ സിയുടെ കാര്യം ചിന്തിച്ചാൽ മതി. എ ബിയോ ബി സിയോ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഓക്കെ, ഞാൻ നിനക്ക് പറഞ്ഞു കൊടുത്തു, നീ അവനും പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഞാൻ അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തതിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ നിനക്ക് പറഞ്ഞു നിന്റെ അവിടെ വെച്ച് കണക്ഷൻ ബ്രേക്ക് ആവണമെങ്കിൽ പിന്നെ ഞാൻ മറ്റവന് പറഞ്ഞു കൊടുത്തായിട്ട് വരോ? ഇല്ല, അതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ലോജിക്. എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണെങ്കിൽ മാത്രം, വീണ്ടും വീണ്ടും എടുത്ത് പറയണ, അങ്ങനെയാണെങ്കിൽ മാത്രം എ സിയെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റാണെന്ന് കാണിക്കുക, ഒരു എക്സാമ്പിൾ കാണിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥമാണ് എന്ത്? അത് ട്രൂ ആണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തില്ല, ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് ട്രൂ ആണെന്നാണ് അതിനർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പൊ ടൈപ്സ് ഓഫ് റിലേഷൻസ് ഏതാണ്? റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. ഇനി ഇത് മൂന്നും, ഒരു റിലേഷൻ ഇത് മൂന്നും ട്രൂ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വാലൻസ് റിലേഷൻ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വാലൻസ് റിലേഷൻ. ഓക്കെ, എ റിലേഷൻ R on A is called an equivalence relation if it is reflexive, symmetric and transitive. റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഇക്വാലൻസ് റിലേഷൻ. ട്രിവിയൽ റിലേഷൻസ് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, എംടിയും യൂണിവേഴ്സൽ റിലേഷൻ. അതില് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് ഇക്വലൻസ് റിലേഷൻ ആണ്. അതേസമയം എം ടി റിലേഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ടാണ് അത് റിഫ്ലെക്സീവ് ആവാത്തെ? കാരണം അതില് എ എന്ന് പറയുന്ന എല്ലാ എയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മറ്റേ രണ്ടും നമുക്ക് മറ്റേ ഇഫ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ നോക്കിയാൽ മതി. ഇഫേ ഇല്ല, എം ടി എന്ന് പറയുമ്പോൾ ഇഫേ ഇല്ല, പിന്നെ നമ്മൾ തെന്നിനെ പറ്റി ചിന്തിക്കണോ? അത് എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ, ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പൊ എന്തൊക്കെയാണ്? എ എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം, ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. റിഫ്ലെക്സീവ്. എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ആരുണ്ടാകണം? ബി എലമെന്റ് ഓഫ് ആർ ആകണം. അടുത്ത് എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ആരുണ്ടാകണം? എ സി ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഇത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാം. പ്രൂവ് ദാറ്റ് ഒക്കെ ചോദിച്ചാൽ, ഷോ ദാറ്റ് ഒക്കെ ചോദിച്ചാൽ അത് ശരിയാണ്, നമ്മൾ അതിന് പ്രൂവ് ചെയ്യണം. അങ്ങനെയുള്ള കണ്ടീഷനിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വലിയ എത്ര ബുദ്ധിമുട്ടില്ലാതെ എത്താം. ഇവിടെയാണെങ്കിൽ നമ്മൾ ഇഫ് ഇതാണെന്ന് പറഞ്ഞെടുക്കുക, അതിന്റെ കണ്ടീഷൻസ് കൊടുക്കുക, എന്നിട്ട് ഇതിലേക്ക് എത്തിക്കാൻ നോക്കുക. അതുപോലെ ഇവിടെ ട്രാൻസിറ്റീവില് എ ബിയും എടുക്കുക, ബി സിയും എലമെന്റ് ഓഫ് ആർ ആണെന്ന് എടുക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്തതിന് ലാസ്റ്റ് എ സി എലമെന്റ് ഓഫ് ആർ ആയിട്ട് നമുക്ക് കിട്ടുക, കണ്ടീഷൻ പ്രൂവ് ആയിട്ട് കിട്ടുക. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള. ഇല്ല തെറ്റാണെന്ന് കാണിക്കുകയാണെങ്കിൽ ഒരൊറ്റ എക്സാമ്പിൾ ഇട്ടുകൊടുത്ത് കാണിച്ചാൽ മതി. അപ്പൊ ക്ലിയർ ആണല്ലോ? ഇനി let R be an equivalence relation on A and A element of A, the set of all elements related to A is called equivalence class of A and it is denoted by class of equivalence class of A. ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ഇക്വലൻസ് ക്ലാസിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് കുറെ ക്ലോസ്ഡ് ലൂപ്പ് കാണാൻ പറ്റും. അതായത് വണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സെറ്റ് കിട്ടിയാൽ ആ സെറ്റിലുള്ള ആൾക്കാർ മാത്രമേ പരസ്പരം റിലേറ്റഡ് ആവുള്ളൂ, അത് പുറത്തുള്ള ആരുമായിട്ട് റിലേറ്റഡ് ആവില്ല. അങ്ങനെ നമുക്ക് കുറെ ലൂപ്പുകൾ കിട്ടും. ആ ലൂപ്പുകളെ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഇക്വലൻസ് ക്ലാസ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? വണ്ണ് ആരുമായിട്ടൊക്കെയാണോ റിലേറ്റഡ് ആയിട്ടുള്ളത് അവരെയും വണ്ണിനെയും കൂടെ ചേർത്ത് തരുന്ന സെറ്റിനെയാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് വെറുതെ എഴുതിയാൽ മാത്രം മതി, വേറെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നും കാര്യമില്ല. ഇതെന്താ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ വണ്ണ് ആരുമായിട്ട് റിലേറ്റഡ് ആണോ നിരത്തി പിടിച്ചങ്ങ് എഴുതി വെച്ചാൽ സെറ്റ് ഇട്ടിട്ട് വണ്ണ് എഴുതുക, എന്നിട്ട് വണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാരെയും പടപടയെന്ന് എഴുതി വെക്കുക. ഓക്കെ, അത്രയും സിമ്പിൾ ആണ് ഇക്വലൻസ് ക്ലാസ് ഒക്കെ ചോദിച്ചാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് നമ്മളുടെ റിലേഷൻ. ഇത് പലർക്കും ഒത്തിരി കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷൻസ്. നമ്മള് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ചില പ്രത്യേക ടൈപ്പ് ഓഫ് റിലേഷനെയാണ് നമ്മള് ഫങ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള റിലേഷൻ ആണ് മക്കളെ?
അതില് ആദ്യത്തെ സെറ്റിൽ, അതായത് നമ്മൾ ആദ്യത്തെ സെറ്റിൽ നിന്നാൽ രണ്ടാമത്തെ സെറ്റിലോട്ട് നമ്മൾ പെയർ ചെയ്യും അല്ലെ. ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും കൃത്യം ഒരു പേരെ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അത് ഏതിലുള്ള ഏതൊരു എലമെന്റ് നമ്മൾ എടുത്താലും, നമ്മൾ ആക്ച്വലി ഫംഗ്ഷൻ മെഷീൻ ഒക്കെ നിങ്ങൾ എന്താണ് ഇത്തവണ ജിയോജിബ്രയിലൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് അപ്പോൾ കുറച്ചും കൂടെ ക്രിഡിലായിട്ട് ആ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ലാബിൽ ചെയ്യുമ്പോൾ സൂപ്പർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് എന്താണ് ഒരു ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അത് നേരെ ഫംഗ്ഷൻ മെഷീന്റെ അകത്ത് പോകുന്നു, ഔട്ടായിട്ട് നമുക്ക് ഒരെണ്ണം കിട്ടുന്നു. ഒന്ന് കൊടുത്താൽ ഒന്ന് ഔട്ട് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്ന് കൊടുത്തിട്ട് ഒന്നും വരാതിരുന്നാൽ അത് ഫംഗ്ഷൻ ആവോ? ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ഒരെണ്ണം കൊടുത്തപ്പോ രണ്ട് ഔട്ട് കിട്ടിയാൽ അത് ഫംഗ്ഷൻ ആവോ? ഇല്ല. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൊമൈൻ, ഫസ്റ്റ് സെറ്റ് ഡൊമൈൻ ഈക്വൽ ആകണം. ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ ആൾക്കാർക്കും എക്സാക്ട്ലി വൺ ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ആണ്. നമ്മളിവിടെ ഡൊമൈനിനെ പറ്റിയല്ലേ ഫംഗ്ഷൻ പറഞ്ഞ ഈ രണ്ട് കണ്ടീഷനും റേഞ്ചിലേക്ക് y വാല്യൂയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് രണ്ട് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആവും. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ് ഡൊമൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് തന്നെ ആകണം. ഓക്കെ, ഇവിടെ അതിനെ പറയുന്ന പേരാണ് ഓൺ ടു. ഡൊമൈൻ അല്ല, പകരം തിരിച്ച് റേഞ്ച്. ഓക്കെ, കാരണം ഫംഗ്ഷൻ ആയാലും പിന്നെ ബാക്കി മറ്റേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. സോ ഡൊമൈൻ എക്സാക്ട്ലി വൺ ഇമേജും ഉറപ്പായിട്ടും എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അവിടെ തിരിച്ച് അതല്ല സാധനം എന്തിലോട്ടാണ് റേഞ്ചിനെ കണക്ട് ചെയ്ത് പറയുകയാണ്. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ. എന്താണ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈൻ തന്നെ ആകണം. റേഞ്ച് എന്ന് പറയുന്നത് എന്താവണം? സെക്കൻഡ് സെറ്റ് തന്നെ ആകണം. അതായത് സെക്കൻഡ് സെറ്റിലുള്ള എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് എങ്കിലും വേണം. ഓക്കെ, ഒരെണ്ണം മിനിമം ഒന്നെങ്കിലും വേണം. അതാണ് നമ്മളുടെ ഒരു കണ്ടീഷൻ. അതിനെ പറയുന്ന പേരാണ് ഓൺ ടു. ഇനി അങ്ങനെ അല്ലാത്തതിനെ പറയുന്ന പേരാണ് ഇൻ ടു ഫംഗ്ഷൻ. നമുക്ക് പേര് പോലെ തന്നെയാണ് ഓൺ ടു. ഓക്കെ, ഓൺ എന്ന് പറയുമ്പോൾ എന്താ മുഴുവനായിട്ട് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ആ ടേബിളിന്റെ മുകളിൽ. അപ്പൊ അതിന് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിക്കാണ് ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബിയിലുള്ള, ഇതാണ് നമ്മളെ ബി എന്ന് വിചാരിക്കുക, ബിയിലുള്ള എല്ലാവരിലേക്കും നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് ഓൺ ടു. ഇനി അടുത്ത് ഇൻ ടു, ഇൻ ദ ടേബിൾ എന്ന് വെച്ചാൽ ടേബിളിന്റെ ഉള്ളിൽ. അപ്പൊ നമ്മൾ ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാതെ എല്ലാവരിലേക്കും മാപ്പ് ചെയ്തോ ഇല്ല. അതിന് ഓക്കെ, അപ്പൊ എന്താണ് ഓൺ ടു എന്ന് പറഞ്ഞാൽ? റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈൻ തന്നെ ആകണം. അങ്ങനെ അല്ലാത്തതിന് ഇൻടു എന്ന് പറയും. ഓക്കെ, നോട്ട് ഓൺ ടു അഥവാ ഇൻടു. അതായത് റേഞ്ച് എന്ന് പറയുന്ന കോഡൊമൈന്റെ സബ്സെറ്റ് ആയിരിക്കും, പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. ഇവിടെ ഈക്വൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു നമ്മൾ സെറ്റ് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നത്? എല്ലാവർക്കും എക്സാക്ട്ലി വൺ ഇമേജ് അല്ലെ, മാക്സിമം ഒറ്റ ഇമേജ്. ഒന്നിൽ കൂടുതൽ ഇമേജ് വരാൻ പാടുണ്ടോ? ഇല്ല. അത് ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. അതേ സാധനം നമ്മൾ y വാല്യൂന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ ബിയിലുള്ള ഏതൊരു എലമെന്റ്, ഏതൊരു y വാല്യൂ എടുത്താലും അതിന് എക്സാക്ട്ലി വണ്ണെന്നല്ല, ഏതൊരു y വാല്യൂ എടുത്താലും അതിന് മാക്സിമം ഒരു ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ, പ്രീ ഇമേജേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള y വാല്യൂസ് എടുത്താൽ അവർക്ക് എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കണം. ഒരുപോലത്തെ ഇമേജ് വരാൻ പാടുണ്ടോ? ഇല്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ എടുത്താൽ ഡിഫറെന്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? 1 1. ഓക്കെ, അതിന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പ്. ഇനി 1 1 അല്ലാത്തതിന് മെനി 1. പേര് പോലെ തന്നെ ഒരാളിലേക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരാളെടുത്താൽ അയാൾക്ക് ഒറ്റ പ്രീ ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നിലധികം പ്രീ ഇമേജ് ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി പ്രീ ഇമേജ് ഇല്ലാതിരിക്കാവോ? കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. റേഞ്ചിലുള്ള ആൾക്കാരെടുത്താൽ അവർക്ക് ഒറ്റ പ്രീ ഇമേജ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ കോഡൊമൈന്റെ സബ്സെറ്റ് ആയിട്ട് റേഞ്ച് വന്നാലും ഒന്നും കുഴപ്പമില്ല, അതൊന്നും 1 1 കുഴപ്പമില്ല കേട്ടോ. ഓൺ ടൂലാണ് എന്ത്? റേഞ്ച് എന്ന് പറയുന്ന കോഡൊമൈന് ഈക്വൽ ആകണം എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? ഇവിടെ പറയുന്നത് മാക്സിമം 1 ഇമേജ്, 1 പ്രീ ഇമേജ്. ഓക്കെ, ബിയിലുള്ള ആരെങ്കിലും എടുത്താൽ അവർക്ക് മാക്സിമം 1 പ്രീ ഇമേജ് വരാൻ പാടുള്ളൂ. 0 വരാം, ഒരാൾ വരാതിരിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം വരാം. ഒന്നിൽ കൂടുതൽ വരാൻ പറ്റോ? ഇല്ല. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രീ ഇമേജസ് വരാൻ പാടില്ല. അടുത്ത ഇവിടെ പറയുന്നത് മിനിമം 1 പ്രീ ഇമേജ്. ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, അതായത് ഓൺ ടു എന്ന് പറയുമ്പോൾ മിനിമം 1 പ്രീ ഇമേജ്, അതായത് ഒരാൾക്ക് മിനിമം ഒരെണ്ണമെങ്കിലും വേണം. ഒന്നിൽ കൂടുതൽ ഉണ്ടായ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അതാണ് ഓൺ ടു. ഇനി 1 1 എന്ന് പറയുന്നത് മാക്സിമം ഒറ്റ പ്രീ ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. വരാതിരിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണം വരാം, ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല.
പാടില്ല. ഇനി ഒന്നിൽ കൂടുതൽ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് മെനി വൺ. മെനി, ഒന്നിലധികം ആൾക്കാരെ ഒരാളിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യുന്നു. അപ്പൊ ആ ആളുടെ പ്രീ ഇമേജ് എടുത്താൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രീ ഇമേജസ് കിട്ടും. ഇനി അത് പ്രൂവ് ചെയ്യാൻ വൺ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്തെടുക്കും? ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. നമ്മൾ അവിടെ അസ്യൂം ചെയ്യണേ ഏതോ രണ്ടാൾക്കാർക്കുള്ള പ്രീ ഇമേജ് സെയിം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പ്രീ ഇമേജിലെ ഇമേജ് ഏതോ രണ്ടാൾക്കാരുടെ ഇമേജ് സെയിം ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇമേജ് ഏതോ രണ്ടാൾക്കാരുടെയാണ്, ആ ഇമേജ് സെയിം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ രണ്ട് ഇമേജും ഒരാൾ തന്നെ, പ്രീ ഇമേജും ഒരാൾ തന്നെ ആയിരുന്നു എന്ന് കിട്ടണം. എക്സ് വണ്ണും എക്സ് ടു ഒരാൾ തന്നെ ആയിരുന്നു. നമ്മളുടെ അസംഷൻ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അവര് ആക്ച്വലി എന്തായിരുന്നു? ഒരാൾ തന്നെ ആയിരുന്നു എന്ന് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വണ്ണാണ്. അങ്ങനെ കിട്ടിയില്ല, രണ്ട് വ്യത്യസ്ത ആൾക്കാരെയാണ് കിട്ടുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? രണ്ടാൾക്കാർക്ക് ഒരു ഇമേജ് ആണ് വരുന്നത്, ഒരേ ഇമേജ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് വൺ ആകോ? അപ്പൊ ഇൻടു മെനി വൺ. ഓക്കെ, അങ്ങനെ വന്ന എന്താണ്? മെനി വൺ. ഇനി അടുത്ത് ഓൺ ടു എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? ഓൺ ടു പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തെടുക്കും? ഡൊമൈനിലുള്ള ഒരു വൈ വാല്യൂ എടുക്കും. ആ വൈ വാല്യൂ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബാക്കിലോട്ട് പോകും. ഓക്കെ, അതിനെ ബാക്കിലോട്ട് പോയി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ് വാല്യൂ കണ്ടുപിടിക്കും. ആ എക്സ് വാല്യൂ ഡൊമൈനിന്റെ അകത്തുള്ള ആളാണെങ്കിൽ നമുക്ക് പറയാം ആ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ വാല്യൂ എടുത്താൽ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇമേജ് എടുത്താൽ അത് ഈ വൈ വാല്യൂ ആയിരിക്കും. ഈ വൈ വാല്യൂ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തല്ലേ. അതിനർത്ഥം ഏതൊരാൾക്കും ഇതുപോലൊരു എക്സ് അവിടെ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് ഏതൊരാളെ എടുത്താലും അയാൾക്ക് എന്തുണ്ട്? ഒരു പ്രീ ഇമേജ് ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ഓൺ ടു ആണ്. ഇനി അങ്ങനെ നമുക്ക് കിട്ടിയ എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഡൊമൈനിലുള്ള ആളല്ല, ഡൊമൈനിന് പുറത്തും വരാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്താണെന്ന് പറയാം? അത് ഓൺ ടു അല്ല, ഇൻടു ആണെന്ന് പറയാം. അപ്പൊ ഇൻടു മെനി വൺ ഒക്കെ പറയുന്ന സ്ഥലത്ത് ഒരു എക്സാമ്പിൾ എങ്കിലും നമ്മൾ എഴുതി കാണിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറ്റാണെന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ എങ്കിലും കാണിക്കും. ശരിയാണെന്ന് കാണിക്കാനോ പ്രൂവ് ചെയ്ത് കാണിക്കും. അതാണ് വ്യത്യാസം. ഇനി ഒരു ഫംഗ്ഷൻ വൺ വണ്ണുമാണ് ഓൺ ടൂമാണ്. വൺ വണ്ണുമാണ് ഓൺ ടൂമാണ്. അത് നേരത്തെ നമ്മൾ ഡൊമൈനിന് പറഞ്ഞ കണ്ടീഷൻസ് ഇപ്പൊ ആർക്കും ട്രൂ ആയി, റേഞ്ചിനും ട്രൂ ആയി. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അതിനെ പറയുന്ന പേരാണ് എന്ത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? വൺ വൺ ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു. വൺ വണ്ണും ഓൺ ടൂവും ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. ഡൊമൈനിന്റെ കണ്ടീഷൻ ഒക്കെ ഇപ്പൊ ആർക്ക് ട്രൂ ആയി? റേഞ്ചിന് ട്രൂ ആയി. അപ്പൊ റേഞ്ചിൽ നിന്ന് തിരിച്ച് നമുക്കൊരു ഫംഗ്ഷൻ പറയാൻ പറ്റില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മാപ്പിങ്ങുകൾ പറയാൻ പറ്റും. അത് മാപ്പിംഗ് ആവണമെങ്കിൽ നമ്മൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെച്ചു. ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മൾ പറയുന്ന കണക്ഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു. ഇനി ഇതേ സാധനം നമുക്ക് തിരിച്ചെഴുതിയാലും വീണ്ടും ഒരു ഫംഗ്ഷനിലേക്ക് കിട്ടുള്ളൂ. കാരണം ഫംഗ്ഷൻ ഡൊമൈനിൽ എന്തൊക്കെയാണോ അതിപ്പോ റേഞ്ചിന് ട്രൂ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും പറയാൻ പറ്റും സെയിം രീതിക്ക്. അത് നമ്മൾ പറയുന്നത് ഇൻവേർട്ടിബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? വൺ വണ്ണും ഓൺ ടൂം ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ്, ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിളും ആണ്. ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ ഓൺ ടു ചെയ്തല്ലോ മക്കളെ. ഓൺ ടു ചെയ്തപ്പോൾ ഒരു വൈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൽ ഒരു ഫംഗ്ഷൻ കിട്ടിയില്ലേ? ആ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്ന ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെടുത്ത് വെച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ പുതിയതായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോ ഒരു ഫംഗ്ഷൻ വൺ വൺ ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് വേണം. ഓക്കെ, ഓൺ ടു ആണെങ്കിലോ ബിയിലുള്ള എല്ലാവർക്കും എക്സാക്ട്ലി അല്ല, ബിയിലുള്ള എല്ലാവർക്കും മിനിമം വൺ പ്രീ ഇമേജ് എങ്കിലും വേണം. ഇനി ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാലോ ഒരു ഫംഗ്ഷൻ വൺ വണ്ണും ഓൺ ടൂം ആണെങ്കിൽ അതിനെ ബൈജക്റ്റീവ് എന്ന് വിളിക്കും. ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, അതായത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് റിലേഷനിന്നോ ഫംഗ്ഷൻ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഒന്ന് റിലേഷനിന്ന് ചെക്ക് വെദർ, അന്ന് റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് ചിലപ്പോൾ ചെക്ക് വെദർ ചോദിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് വെദർ ചോദിക്കും. എന്ന് വെച്ചാൽ റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ഇതാണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ചെക്ക് ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യത്തില് ആണ് എന്ന് ഉറപ്പില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ആണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് പറയുക. ഓക്കെ, ഇനി പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഇതാണ് എന്ന് പറഞ്ഞ് പ്രൂവ് ദാറ്റ് പറഞ്ഞാൽ ആണ്, അല്ല എന്ന് പറഞ്ഞ് പ്രൂവ് ദാറ്റ് പറഞ്ഞാൽ അല്ല. നമ്മളത് അവർ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്ത് കാണിക്കുക. ഓക്കെ, പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും,
അതെന്തുകൊണ്ട് ശരി എന്നുള്ളതിന് നമ്മൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയോ, ഓക്കെ, അല്ല എന്ന് കാണിക്കുന്നതിനാണെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കുക, ഓക്കെ, ആണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് വെച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ചോദിക്കുന്ന വേറെ ചോദ്യം ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനും, ഓക്കെ, പ്രൂവ് ചെയ്യാനും. അങ്ങനെ ചോദിച്ചാൽ എന്തായാലും ചെയ്യുക, ഇത് മൂന്നും തന്നെ കണ്ടുപിടിക്കുക. ചിലപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇക്വലൻസ് ക്ലാസ് കൂടെ എഴുതാൻ ചോദിക്കും കേട്ടോ. ഇക്വലൻസ് ക്ലാസ് എഴുതാൻ ചോദിച്ചാൽ നല്ലതാണ്. ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇക്വലൻസ് ക്ലാസിന്റെ പേരിൽ സ്കോർ ചെയ്യാൻ പറ്റും എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കേട്ടോ. അടുത്ത് ഫംഗ്ഷൻസിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് വെദർ 1-1 ഓർ ഓൺ 2, 1-1 ആണോ ഓൺ 2 ആണോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോഴും നമ്മൾ അതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക, ഓക്കെ, ആണോ അല്ലയോ എന്ന് ഉറപ്പില്ല. വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ 1-1 ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ 1-1 ആണ് ഓൺ 2 അല്ല എന്നൊക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അല്ല എന്നുള്ള സാധനങ്ങൾ പറയുന്നിടത്ത് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ആണെന്ന് പറയുന്നിടത്ത് ആ ഒരു മൊത്തം നമ്മൾ എന്താണ് ഫംഗ്ഷൻ പോലെ എഴുതി കംപ്ലീറ്റ് എഴുതി പ്രൂവ് ചെയ്ത് കാണിക്കുക. ഇനി അടുത്ത് ചോദിക്കാൻ പറ്റുന്ന വേറൊരു ചോദ്യമാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ചെക്ക് ചെയ്യാൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെക്ക് ചെയ്താൽ മതി, 1-1 ഉം 2. ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്. ഓക്കെ, കോമ്പോസിഷനെയും ഇൻവേർട്ടിബിളിനെയും പറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇൻവേർട്ടിബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻവേഴ്സ് ഉള്ള കണ്ടീഷൻസ് കാര്യങ്ങള്. ഓക്കെ, ഇനി അടുത്ത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ്. ഓക്കെ, എ എന്ന് ബിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ഫംഗ്ഷൻ പറയാൻ പറ്റി. എ എന്ന് ബിയിലോട്ട് നമുക്കൊരു ഫംഗ്ഷൻ പറയാൻ പറ്റി. അത് എന്ത് ഫംഗ്ഷൻ ആണ്? 1-1 ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അല്ല, ഫംഗ്ഷൻ പറയാൻ പറ്റി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ഫംഗ്ഷൻ പറയാൻ പറ്റി. ഇനി ബിയിൽ നിന്ന് സിയിലോട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി, ഒരു ഫംഗ്ഷൻ പറയാൻ പറ്റി. അപ്പോ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ഫംഗ്ഷനും ബിയിൽ നിന്ന് സിയിലോട്ട് മറ്റൊരു ഫംഗ്ഷനും പറയാൻ പറ്റി എങ്കിൽ നമുക്ക് എയിൽ നിന്ന് സിയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ പറയാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. അതെങ്ങനെയാ വരുന്നത്? ജി ഓഫ് എഫ്. ആദ്യം നമ്മള് ഇപ്പൊ എയിൽ ഇപ്പൊ ഒരു 1 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്, അത് ബിയിൽ ഒരു 3 ആയിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് വിചാരിക്കുക. ആ 3 ചിലപ്പോ ഇവിടെ സിയിൽ ഒരു 9 ആയിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, ആദ്യം നമ്മള് 1-നെ 3 മാപ്പ് ചെയ്യുക. ഓക്കെ, 1-നെ ബിയിൽ വരുന്ന ഫംഗ്ഷൻ എഫിന്റെ കണ്ടുപിടിക്കുക. ആ എഫ് ഫംഗ്ഷനിൽ കിട്ടുന്ന വാല്യൂവിനെ ജി ഫംഗ്ഷനിലോട്ട് ഇട്ട് കൊടുത്ത് സിയിലെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, 1 റിലേറ്റഡ് ടു 9 എന്ന് പറയാൻ പറ്റും. 1,9 ഏതിലെ എലമെന്റ് ആയിരിക്കും? ജി ഓഫ് എഫിലെ എലമെന്റ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. സിമ്പിൾ ചോദ്യമായിരിക്കും, ഒന്നുമില്ല. നിങ്ങൾക്ക് ജി കോമ്പോസിഷൻ എഫ് ആണ് ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജി കോമ്പോസിഷൻ എഫ്, ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ആദ്യം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ജി ഓഫ് എക്സ് കടന്നെടുത്ത് എന്ത് കൊടുക്കുക, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എടുത്ത് കൊടുത്താൽ മാത്രം മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇത് നമുക്ക് എഴുതാനും എടുക്കാനും ഒക്കെ ചോദിക്കും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്തൊരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകുന്ന കണ്ടീഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകുന്ന കണ്ടീഷൻ എന്താണ്? ജി ഫ്രം വൈ ടു എക്സ്. ഓക്കെ, എഫ് ഫ്രം എക്സ് ടു വൈയും ജി ഫ്രം വൈ ടു എക്സ്. അതായത് ഇവിടെ നമുക്ക് അങ്ങോട്ടും അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും നമുക്കൊരു ഫംഗ്ഷൻസ്, 2 ഫംഗ്ഷൻസ് പറയാൻ പറ്റും. ആ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐ എക്സ് ആണ്. അതായത് അത് തിരിച്ച് കറങ്ങി എക്സിലോട്ട് തന്നെ മാപ്പ് ചെയ്തു. ഓക്കെ, അതുപോലെ എഫ് ഓഫ് ജി ഓഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോ തിരിച്ച് കറങ്ങി വൈയിൽ തന്നെ മാപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുന്നു. അങ്ങനെ നമുക്ക് എത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? അതെന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ്. ജി എന്ന് പറയുന്നത് എഫിന്റെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് കൂടുതലും മറ്റേ ഫംഗ്ഷൻസ് നിന്നും റിലേഷൻ നിന്നുമാണ് ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കുന്നത്. പിന്നെ കോമ്പോസിഷൻ ചിലപ്പോൾ എഴുതാൻ വേണ്ടിയും കൂടെ ചോദിക്കും. ഓക്കെ, അത് ബേസിക് ആയിട്ട് ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഫംഗ്ഷൻ വാല്യൂസ് ഇട്ട് കൊടുത്തു ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. മറ്റേ റിലേഷൻസ് ഫംഗ്ഷൻസ് ഒന്ന് തറോ ആയിട്ട് നോക്കുക. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. കാർഡ് കയറി ഒന്നും ചിന്തിക്കേണ്ട. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മുത്തുമണി കൊഴിയുന്നത് പോലെ ഒഴിച്ചിങ് എടുക്കാൻ പറ്റും സ്കോർ കേട്ടോ. അത് നമ്മൾ ചാപ്റ്റർ കാണുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് തോന്നും.
എന്നും വെച്ച് നമ്മൾ അത് നോക്കാതെ എടുക്കാതെ പോയാൽ നമുക്ക് ഒത്തിരി മാർക്ക് നഷ്ടമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. അപ്പൊ 2024 പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ സെറ്റ് എ. ആർ എന്ന് പറയുന്നത് റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞു. ഇവിടെ എ ക്രോസ് ബി എന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എ ടു ബി എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺ എ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അതിനർത്ഥം ആർ ഫ്രം എ ടു എ ആണ്. ആർ ഫ്രം എ ടു എ ആണ്. അതിന്റെ ഡൊമൈനും എ ആണ്, റേഞ്ചും എ ആണ് വരുന്നത്. ഓക്കെ, ആ രീതിക്കാണ്. ഓക്കെ, എന്റെ അകത്തുള്ളൊരു റിലേഷൻ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡൊമൈൻ എ അല്ല, ഡൊമൈൻ എയുടെ സബ്സെറ്റ് ആയിരിക്കും, റേഞ്ചും എയുടെ സബ്സെറ്റ് ആയിരിക്കും. ആ രീതിക്കായിരിക്കും വരുന്നത്. ഇനി ആ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ എന്താ പറഞ്ഞേ? ആർ ഈക്വൽസ് സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽസ് 2x മൈനസ് 1. ഓക്കെ, അപ്പൊ ആർ എങ്ങനെയാ പറഞ്ഞേ? ആർ ഈക്വൽസ് സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽസ് 2x മൈനസ് 1. ഒന്നുമില്ല മക്കളെ, ഈ ഒരു സാധനം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ചിലപ്പോ ഇത് എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിട്ടൊക്കെ ഇരിക്കും തന്നിട്ടുണ്ടാവുന്ന. അത് y ഈക്വൽ ടു എന്ന് പറഞ്ഞ മോഡലിലോട്ട് നിങ്ങൾ ആദ്യം എഴുതുക. എന്നിട്ട് എക്സിന് ഓരോ വാല്യൂസ് ആയിട്ട് നോക്കുക. കറസ്പോണ്ടിങ് y വാല്യൂ എഴുതുക. എപ്പോഴെങ്കിലും y വാല്യൂ എക്സ് വാല്യൂ എ അല്ലാതെ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന് വരത്തില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ റോസ്റ്റർ ഫോമിൽ എഴുതി ഡൊമൈനും റേഞ്ചും പറയാനാണ്. അപ്പൊ റോസ്റ്റർ ഫോമിൽ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോം ആർ ഈക്വൽ സെറ്റ്. ഓക്കെ, എക്സിന് ആദ്യം 1 കൊടുത്തു നോക്കാം. എക്സിന് നമുക്കറിയാം എക്സും വൈയും ഇവിടെ നിന്നാണ് വരേണ്ടത്. അപ്പൊ എക്സിന് 1 കൊടുത്താൽ എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെ നോക്കിക്കേ, 2 ടൈംസ് 1. 2 ടൈംസ് 1 എത്ര? 2 മൈനസ് 1. 2 മൈനസ് 1 എത്ര? 1. അപ്പൊ വൈയുടെ വാല്യൂ എത്രയാ വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പൊ 1 റിലേറ്റഡ് ടു 1 ആണ്. ഇനി അടുത്തത് 2 നോക്കാം. 2 കൊടുത്തു നോക്കാം. എക്സിന് 2 കൊടുത്താൽ എങ്ങനെ വരും y വാല്യൂ? 2 ടൈംസ് 2. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക മക്കളെ? 2 കൊടുക്കുക. 2 ടൈംസ് 2 4. 4 മൈനസ് 1 എത്ര വരും? 3 വരും. അപ്പൊ 2 റിലേറ്റഡ് ടു 3. അടുത്ത് 3 കൊടുത്തു നോക്കാം. 3 കൊടുക്കുമ്പോ എങ്ങനെ വരും? 3 ടൈംസ് 2 6. ഓക്കെ, ഇവിടെ നമുക്ക് 1 2 3 4 5 6 ഓർഡർ തന്നെ ഉള്ളൂ. ഓക്കെ, 3 ടൈംസ് 2 6. 6 മൈനസ് 1 5. ഓക്കെ, അടുത്ത് 4 കൊടുത്തു നോക്കാം. 4 കൊടുക്കുമ്പോ എങ്ങനെ വരും? 4 ടൈംസ് 2 8. 8 മൈനസ് 1 7. അടുത്ത് 5 കൊടുത്താലോ? 5 കൊടുക്കുമ്പോ 5 ടൈംസ് 2 10 മൈനസ് 1 9. ഓക്കെ, 6 കൊടുത്താലോ? 6 ടൈംസ് 2 12 മൈനസ് 1 11. ഓക്കെ, അപ്പൊ എക്സിന്റെ അവിടെ കഴിഞ്ഞു. അപ്പോ ഞാൻ ഇനി ചോദിക്കട്ടെ മക്കളെ, ഇത് ഞാൻ എഴുതിയത് ശരിയാണോ? നിങ്ങൾ പലരും കണ്ടപ്പോ വിചാരിച്ചിട്ടുണ്ടാവും, ആരും എന്താ എഴുതിക്കൊണ്ടു പോകുന്നേ? എയിലുള്ള ആൾക്കാരെ ഒക്കെ എഴുതിക്കൊണ്ടു പോകുന്നു അല്ലേ? ഇത് എഴുതി എന്താണ്? തെറ്റാണ്. ഇങ്ങനെ പലർക്കും ഈ ഒരു മിസ്റ്റേക്ക് പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിക്ക് എഴുതിയിട്ട് കാണിച്ചത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ എന്താ നോക്കിക്കേ, നമുക്കിവിടെ നോക്കുമ്പോ അറിയാം എ റിലേറ്റഡ് ടു എ ഓൺ എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എ ടു എ ആണ് എന്തെന്ന് പറയുന്ന ആർ എന്ന് പറയുന്ന റിലേഷൻ. ആദ്യത്തെ ആളും എയിൽ നിന്നായിരിക്കണം, രണ്ടാമത്തെ ആളും എയിൽ നിന്നായിരിക്കണം. ആദ്യത്തെ ആളെ മാത്രം എയിൽ നോക്കി നമ്മൾ എഴുതിക്കൊണ്ടു പോയാൽ ശരിയാകണം എന്നില്ല. കൂട്ടത്തിൽ രണ്ടാമത്തെ ആളെയും നോക്കുക. നോക്കിക്കേ, രണ്ടാമത്തെ ആള് 1 എയിൽ നിന്നാണ്, 3 എയിൽ നിന്നാണ്, 5 എയിൽ നിന്നാണ്, 7 9 11 എയിൽ നിന്നാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? ഈ ഭാഗങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം അതിലെ സെക്കൻഡ് എലമെന്റ് എവിടെ നിന്നല്ല? എയിൽ നിന്നല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എയിൽ നിന്ന് വരുന്ന ആൾക്കാർ നോക്കാം. ഇനി എയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്ലോസ് ചെയ്യാം. സെറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുന്ന ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതുക എന്ന് പറയുന്നത്. അല്ലാതെ വേറെ റിലേഷൻ മണ്ടയിലേക്ക് ചിന്തിക്കോ എടുക്കേണ്ട ഒരു കാര്യമില്ല. ആകെ എന്ത് മാത്രം നോക്കിയാൽ മതി? ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, നമ്മളെ ആരാണ് ഫാസിൽ പറഞ്ഞ പോലെ അമ്പാനെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്താണ്? ഡൊമൈനും റേഞ്ചും പറയുക. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫസ്റ്റത്തെ എലമെന്റിന്റെ കളക്ഷൻ. റേഞ്ച് എന്ന് പറഞ്ഞാലോ സെക്കൻഡ് എലമെന്റിന്റെ കളക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഡൊമൈൻ. ഡൊമൈൻ എന്താണ് മക്കളെ? സെറ്റ് 1. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് 1 2 3. അപ്പൊ സെറ്റ് 1 2 3. ഓക്കെ, ഇനി റേഞ്ച്. റേഞ്ച് എന്താണ്?
റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റിന്റെ കളക്ഷൻ 1 3 5 ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കുക. അടുത്ത ചോദ്യം കുറച്ചും കൂടി ഈസിയാണ് ആക്ച്വലി. അടുത്ത എന്താണ്? ഈസ് ആർ ഈസ് എൻ ഇക്വലൻസ് റിലേഷൻ ജസ്റ്റിഫൈ. ഇക്വലൻസ് ആണോ അല്ലയോ പ്രൂവ് ചെയ്യുക. ഇക്വലൻസ് ആണോ അല്ലയോ എന്ന് കാണിച്ചിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുക. ഇക്വലൻസ് ആണ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാണിക്കണം? റിഫ്ലക്സീവ് കാണിക്കണം, സിമ്മട്രിക് കാണിക്കണം, ട്രാൻസിറ്റീവ് കാണിക്കണം. ഇക്വലൻസ് അല്ല എന്ന് കാണിക്കാനോ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ മതി. ഇതെല്ലാം അല്ലായിരിക്കണമെന്നൊന്നുമില്ല. ആരെങ്കിലും ഒരെണ്ണമെങ്കിലും അല്ലെങ്കിൽ എന്തല്ല ഇക്വലൻസ് അല്ല. ഇക്വലൻസ് ആണെങ്കിൽ ഇത് മൂന്നും ശരിയാവണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാലും എന്താണ്? ഇക്വലൻസ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇക്വലൻസ് ആണോ അല്ലയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തില് നിങ്ങൾ റിഫ്ലക്സ് ചെയ്യുമ്പോൾ തന്നെ അല്ലാന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഡയറക്റ്റ് ഇക്വലൻസ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ മക്കളെ. കാരണം റിഫ്ലക്സീവ് അല്ല, റിഫ്ലക്സീവ് സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആയാലേ ഇക്വലൻസ് ആവും. അപ്പൊ റിഫ്ലക്സീവ് അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പറയാം? അത് ഇക്വലൻസ് അല്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം നോക്കിക്കേ. ഫസ്റ്റത്തെ നോക്കാം എന്താണ്? ആർ ഈസ് എൻ ഇക്വലൻസ് റിലേഷൻ. ആർ ഇക്വലൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് നോക്കാം? രണ്ടാമത്തത് ഓക്കെ, റിഫ്ലക്സീവ്. റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ നോക്കി നോക്കാം. റിഫ്ലക്സീവ് എന്താണ് പറയുന്നത്? എയിലുള്ള എല്ലാരും അവരുമായിട്ട് റിലേറ്റഡ് ആകണം. അപ്പൊ എയിൽ ആരൊക്കെയുള്ള 1 2 3 4 5 6. അപ്പൊ 1 1 ഉണ്ടാകണം, 2 2 ഉണ്ടാകണം, 3 3 ഉണ്ടാകണം, 4 4 ഉണ്ടാകണം, 5 5 ഉണ്ടാകണം, 6 6 ഉണ്ടാകണം. ഇത്രയും പേരുണ്ടോ ഇവിടെ? ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? 1 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, സിൻസ് അപ്പൊ നമുക്ക് എന്ത് പറയാം? സിൻസ് നമുക്ക് വേണമെങ്കിൽ എല്ലാരെയും പറയാം, അല്ലെങ്കിൽ ഒറ്റൊരാളെ പറഞ്ഞാലും മതി. ഓക്കെ, സിൻസ് 2 2 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. ഓക്കെ, ആറിലെ എലമെന്റ് അല്ല ആര്? 2 2. അതായത് 2 2 റിലേറ്റഡ് അല്ല. സോ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അല്ല എന്ന് കാണിക്കാൻ ഒരാളെ മാത്രം കാണിച്ചാൽ മതി. therefore റിഫ്ലക്സീവേ അല്ല. അപ്പൊ ഇക്വലൻസ് ആവാൻ പറ്റുമോ? ഇക്വലൻസ് ആവില്ല. therefore ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇക്വലൻസ്. ആർ ഈസ് നോട്ട് എന്താണ്? ഇക്വലൻസ്. ഓക്കെ, അവിടെ ഒരാളെ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് നോക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ റിഫ്ലക്സീവ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഇക്വലൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് സിമ്മട്രിക് നോക്കുക, അതും ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ട്രാൻസിറ്റീവ് നോക്കുക. അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് മൊത്തത്തിലേ അല്ല എന്ന് നമുക്കങ്ങ് പറയാം. ഓക്കെ, ഇനി സിമ്മട്രിക് ആവോ ഇത്? ആവില്ല. കാരണം എന്തുകൊണ്ടാ? 2 3 ഉണ്ടെങ്കിൽ എന്ത് വേണം? 3 2 വേണം. ഓക്കെ, അപ്പൊ സിമ്മട്രിക് ആവില്ല. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ? 2 3 ഉണ്ട്, 3 5 ഉണ്ട്. നോക്കിക്കേ, എൻഡ് ചെയ്ത ആള്, അതാണ് ഞാൻ പറഞ്ഞ 3ൽ എൻഡ് ചെയ്തു, 3ൽ തുടങ്ങുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 2 3 3 5 ഉണ്ടെങ്കിൽ ആര് വേണം എന്നാ പറഞ്ഞേ? 2 5 വേണം. 2 5 ഉണ്ടോ? ഇല്ല. 2 5 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആണ്. 2 5 ഇല്ലാത്തതുകൊണ്ട് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ടു ഫോം എ റിഫ്ലക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് 4 എലമെന്റ്? 4 എലമെന്റ് ഉള്ള ഒരു സെറ്റിൽ റിഫ്ലക്സീവ് ആക്കണമെങ്കിൽ മിനിമം എത്ര ആൾക്കാർ വേണം? അപ്പൊ ഞാൻ വെറുതെ 4ന്റെ ഒരു സെറ്റ് എഴുതുകയാണ്. ഓക്കെ, എ എന്ന് പറഞ്ഞ സെറ്റ് എഴുതുകയാണ്. എന്തെഴുതാം? ABCD. ഓക്കെ, എന്തെഴുതാം? ABCD എന്ന് പറഞ്ഞൊരു സെറ്റ് എ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ABCD എയിൽ ഉണ്ടാക്കണമെങ്കിൽ R on A. R on A. R എന്ന് പറയുന്ന റിലേഷൻ എയിലുള്ള റിലേഷൻ ആണെങ്കിൽ R റിഫ്ലക്സീവ് ആണെങ്കിൽ Rൽ എന്തൊക്കെ വേണം? ഓക്കെ, R ഈസ് റിഫ്ലക്സീവ്. R ഈസ് റിഫ്ലക്സീവ്. ദെൻ ഇത് റിഫ്ലക്സിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, R ഈസ് റിഫ്ലക്സീവ്. ദെൻ എന്തൊക്കെ വേണം ഇതില്? ആരൊക്കെ വേണം? A വേണം അല്ലേ? A വേണം. എയുമായിട്ട് റിലേറ്റഡ് ആവണം. DB വേണം. പിന്നെ ആരൊക്കെ വേണം? CC വേണം. പിന്നെ ആര് വേണം? DD വേണം. ഓക്കെ, ഇതെല്ലാം ആരിലുണ്ടാകണം? ആറിലുണ്ടാകണം. എങ്കിൽ മാത്രമേ R റിഫ്ലക്സീവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് ഒരാളെടുത്ത് നോക്കിക്കേ, ആറിലപ്പോ മിനിമം എത്ര പേരെങ്കിലും വേണം? 4 പേരെങ്കിലും വേണം. ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും മിസ്സിംഗ് ആയാൽ അത് റിഫ്ലക്സീവ് ആവോ? ഇല്ല. അപ്പൊ 4 പേരടങ്ങിയ ഒരു സെറ്റ് നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻ പറയണമെങ്കിൽ അവിടെ എത്ര പേരെങ്കിലും വേണം? മിനിമം 4 പേരെങ്കിലും വേണം. ആക്ച്വലി ഇക്വലൻസ് പറയണമെങ്കിൽ ഈ 4 പേരുണ്ടായിരുന്ന അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്വലൻസ് ആവും. ഓക്കെ, കാരണം AB ഉണ്ടെങ്കിൽ മാത്രം BA നോക്കിയാൽ മതി. ഇവിടെ AB എന്ന് പറഞ്ഞ സാധനം, അപ്പൊ BA പറ്റി ചിന്തിക്കേണ്ട. സോ സിമെട്രിക് ആണ്. A ഉണ്ട്, A ഉണ്ട്, BB ഉണ്ട്, BB ഉണ്ട്, CC ഉണ്ട്, CC ഉണ്ട്, DD ഉണ്ട്, DD ഉണ്ട്. ഓക്കെ, അപ്പോ അത് സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ? യെസ്. AB BC എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അവിടെ ഇല്ല.
ഇവിടെ ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷൻ പറയാൻ പറ്റുമോ? ABBC എന്ന് പറഞ്ഞ് ഇല്ല. അതുണ്ടെങ്കിൽ മാത്രം നമ്മൾ AC യെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പൊ കണ്ടീഷനേ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? ട്രൂ ആകും. അപ്പൊ ഇത് ആക്ച്വലി എന്തുമാണ്? ഇക്വലൻസുമാണ്. അപ്പൊ മിനിമം ഇക്വലൻസ് ആകാൻ അത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സ് ഉണ്ടായിരുന്നാൽ മതി. റിഫ്ലക്സീവ് മാത്രം ആയാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുമാകും? ഇക്വലൻസും ആകും. ഓക്കെ, അതായത് സിമെട്രിക്കോ ട്രാൻസിറ്റീവോ തെറ്റാണെന്ന് പറയാനുള്ള ആൾക്കാരില്ല. റിഫ്ലക്സീവിന്റെ ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്വലൻസും ആകും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നേന്. എങ്ങാനും കഴിഞ്ഞ പരീക്ഷയ്ക്ക് എന്താണ് റിഫ്ലക്സീവ് മാത്രമായിട്ട് ചോദിച്ചുകൊണ്ട് ഇനി ഇക്വലൻസ് ആകാൻ എത്ര വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടിയാണ് ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്. ബേസിക് ആയിട്ട് ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ റിഫ്ലക്സീവ് എത്ര പേര് വേണം? 4 പേര് വേണം. 5 എലമെന്റ്സ് ഉണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആണ് എത്ര? മിനിമം എത്ര പേര് വേണം? 5 പേര് വേണം. ഓക്കെ, കാരണം അതാത് ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പേഴ്സ് വേണം. അടുത്ത ചോദ്യം. Let A equals R minus set 3, B equals R minus set 1. Consider the function f from A to B. Okay, A യിൽ നിന്ന് B യിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? f of x equal to x minus 2 by x minus 3. Check whether f is 1, 1 and 2. ഈ f എന്ന് പറയുന്നത് 1, 1 ആണോ on 2 ആണോ എന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, ചെക്ക് ചെയ്യുക. പ്രൂവ് ചെയ്യല്ല, ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് നോക്കാം? 1, 1 ആണോ എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ 1, 1 ഹെഡിങ് കൊടുക്കാം. ഓക്കെ, 1, 1 ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞത്? നമുക്ക് നോക്കുമ്പോൾ തന്നെ അല്ലാത്തതെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പൊ സ്ക്വയറോ മോഡുലസോ ഒക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവിനും പോസിറ്റീവിനൊക്കെ ഒരേ ആൾക്കാരൊക്കെ വരാം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പ്രശ്നം തോന്നില്ല. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1, 1. ഓക്കെ, 1, 1 നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെറ്റ് f of x1 equals f of x2. ഇതാണ് എപ്പോഴും നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. f of x1 ഒരു f of x2 ന് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ f of x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? f of x എന്ന് പറഞ്ഞാൽ x minus 2 by x minus 3. അപ്പൊ f of x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? x1 minus 2 by x1 minus 3 equals ഇപ്പുറത്ത് അതുപോലെ എന്ത് വരും? x2 minus 2 by x2 minus 3 അല്ലേ? f of x2 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ x ന്റെ സ്ഥാനത്ത് x2 ആണ്. സോ x2 minus 2 by x2 minus 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് സോൾവ് ചെയ്ത് x1 equal to x2 എന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. ഇവിടെ നമുക്ക് അതിനെന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? x1 minus 2 times x2 minus 3. ഓക്കെ, എങ്ങനെ വരും? x1 minus 2 times x2 minus 3 equals ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴോ x2 minus 2 times x1 minus 3. എന്ത് ചെയ്യാം? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിക്കേ? x1 x2. ഓക്കെ, ഇനി എന്താ? മൈനസ് 2x1 2x2. ഓക്കെ, മൈനസ് 2x2. ഇവിടെ വരുമ്പോൾ എന്ത് വരും? മൈനസ് 3x1 പ്ലസ് 6 ഈക്വൽസ് എന്ത് വരും? ഇപ്പുറത്ത് എന്ത് വരും? x1 x2. ഓക്കെ, മൈനസ് 2x1 മൈനസ് 3x2 പ്ലസ് 6 ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ആകും നോക്കിക്കേ? x1 x2 ക്യാൻസൽ ആകും, 6 ക്യാൻസൽ ആകും. ഇനി x1ന്റെ ആൾക്കാരൊക്കെ ഒരു സൈഡും x2ന്റെ ആൾക്കാരൊക്കെ ഒരു സൈഡും എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് ആരുണ്ട്? മൈനസ് x2 ഉണ്ട്. ഇവിടെ നിന്ന് 3x2 ഇപ്പുറത്തോട്ട് വന്നാൽ എന്ത് കിട്ടും? 3x2 ഈക്വൽസ് 3x2 മൈനസ് 2x2 ഈക്വൽസ് ഇവിടെ നമുക്ക് എന്തുണ്ട്? മൈനസ് 2x1 ഉണ്ട്. ഇവിടെ നിന്ന് മൈനസ് 3x1 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? പ്ലസ് 3x1 ആകും. അപ്പൊ ഇതെന്താകും? 3x1 മൈനസ് 2x1. ഓക്കെ, ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത് നോക്കിക്കേ? ഇവിടെ നമുക്ക് 3x2 മൈനസ് 2x2 എന്ത് കിട്ടും? x2. ഇവിടെ നോക്കിക്കേ 3x1 മൈനസ് 2x1 എന്ത് കിട്ടും? x1. നോക്കിക്കേ മക്കളെ, നമ്മള് f of x1 equal to f of x2 തുടങ്ങി x1 equal to x2 ലേക്ക് എത്തി. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? f is 1, 1 ആണെന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? f is 1, 1. ഓക്കെ, അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റി? 1, 1 ആണെന്ന് പറയാൻ പറ്റി. ഇനി അടുത്ത് നമ്മൾ എന്ത് നോക്കുക? സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റിയതാണ് കേട്ടോ. f is 1, 1. ഇനി അടുത്ത് നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം നോക്കിക്കേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ f is 1, 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നമുക്ക് എന്ത് പറയാം? on 2 നോക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ? ലെറ്റ് y ഈക്വൽ ടു എന്നുള്ള മോഡൽ എഴുതുക. ഓക്കെ, ലെറ്റ് y ഈക്വൽ ടു
x minus 2 by x minus 3. ഇത് y equal to പറഞ്ഞ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് x equal to some function of y ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? xy minus 3y. y കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലോട്ട് വരുമ്പോൾ. ഇപ്പുറത്ത് എന്തുണ്ട്? x minus 2. ഇനി x ന്റെ ടൈം ഒക്കെ ഒരു സൈഡിൽ ക്ലബ് ചെയ്യുക, ബാക്കി എല്ലാവരും മറ്റൊരു സൈഡിൽ. അപ്പൊ ഇവിടെ എന്തുണ്ട്? xy ഉണ്ട്, ഇവിടെ നിന്ന് പ്ലസ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് 3y അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? 3y. അപ്പുറത്ത് ആരുണ്ട്? മൈനസ് 2. ഇവിടെ നമുക്ക് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും? y മൈനസ് 1 ഈക്വൽസ് 3y മൈനസ് 2. ഇവിടെ x ഈക്വൽ ടു എന്ത് വരും? x ഈക്വൽ ടു 3y മൈനസ് 2 ബൈ y മൈനസ് 1. ഇവിടെ നമുക്ക് y എല്ലാ വാല്യൂയും പോസിബിൾ അല്ലേ? ഏത് മാത്രം പോസിബിൾ ആവൂല? ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആകണം. അപ്പൊ y നോട്ട് ഈക്വൽ ടു 1 വരണം. yക്ക് ആര് മാത്രം പോസിബിൾ ആകൂല? 1 മാത്രം പോസിബിൾ ആവില്ല. yക്ക് 1 വരാത്ത ബാക്കി എല്ലാവർക്കും നമുക്കൊരു x പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ബിയിൽ 1 ഉണ്ടോ? ഇല്ല. അതാണ് അവിടെ 1 കൊടുത്തത്. വെറുതെ റിയൽ അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നോ ഓൺ ആണെന്ന്? ഇല്ല, അതിനാണ് അവിടെ 1 കൊടുത്തത് കേട്ടോ. കാരണം ഇവിടെ അവർക്ക് അറിയാം നിങ്ങൾ ഇങ്ങനെ ചെയ്തു വരുമ്പോ ഇവിടെ ഇങ്ങനെ എത്തും, ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ ഇവിടെ 1 വരുന്ന ആൾക്ക് മാത്രം അത് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് കോഡൊമൈൻ ആദ്യമേ എന്ത് ഒഴിവാക്കിയത്? 1 വിളിച്ചിട്ട് മക്കളെ നീ വാ, നമുക്ക് ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ എന്നാൽ തിരിച്ച് അവൻ അങ്ങോട്ടും ഒരു ഫംഗ്ഷൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് ഒഴിവാക്കിയത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 1ന് മാത്രം ഒരു എക്സ് വാല്യൂ പറയാൻ പറ്റില്ല, ബാക്കി എല്ലാവർക്കും ഒരു എക്സ് വാല്യൂ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഓൺ ടു ആണ്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞിട്ട് എന്ത് പറയുക? ഇവിടെ നമുക്ക് പറയാം എലമെന്റ് ഓഫ് ആർ മൈനസ് സെറ്റ് 1 ആണെന്ന് പറയുക. അത് ആർ മൈനസ് സെറ്റ് 1ലെ എലമെന്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഈ y വാല്യൂവിനെ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇതിനെടുത്ത് വെച്ച് അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സിന് വരെ എന്ത് കൊടുക്കുക? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എഫ് ഓഫ് 3y minus 2 by y minus 1. ഓക്കെ, അത് കൊടുക്കുക. എക്സിന്റെ ഇത് കൊടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോ നമുക്കൊരു y കിട്ടുക. അപ്പൊ ഏതോ ഒരു എക്സിന് നമുക്കൊരു y പറയാൻ പറ്റും എന്ന് കാണിക്കുക. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ് ആണ്. അപ്പൊ അത് കൊടുക്കുമ്പോ എങ്ങനെ വരും? എക്സിന്റെ സ്ഥാനത്തൊക്കെ ഇത് കൊടുക്കുക. ഓക്കെ, സോ 3y minus 2 by y minus 1 minus 2 by 3y minus 2 by y minus 1 minus 3. ഇതെന്ത് ചെയ്യണം മക്കളെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 3y minus 2, y അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? മൈനസ് 2y പ്ലസ് 2 ബൈ എന്തുണ്ട്? y minus 1 ഉണ്ട്. ദ ഹോൾ ബൈ താഴെ എന്തുണ്ട് മക്കളെ? താഴെയും ഇതുപോലെ ക്രോസ് ചെയ്യുക. 3y minus 2 ഉണ്ട്, മൈനസ് 3y പ്ലസ് 3 ബൈ y minus 1. ഇവിടെ എന്തൊക്കെ വെട്ടിപ്പോകും? y minus 1 ഉം y minus 1 ഉം വെട്ടിപ്പോകും. വേറെ ഏതൊക്കെ വെട്ടിപ്പോകും നോക്കിക്കേ? 3y minus 2y. 3y minus 2y എത്ര? y ആകും. ഓക്കെ, 3y minus 2y എന്ന് പറയുന്നത് y ആകും. ഓക്കെ, മൈനസ് 2 പ്ലസ് 2 ക്യാൻസൽ ആയി പോകും. ബൈ എന്തുണ്ട്? ഇപ്പൊ താഴെ ഇനി ആരൊക്കെ ഉണ്ട് നോക്കിക്കേ? 3y ഉം മൈനസ് 3y ഉം വെട്ടിപ്പോകും. 3 minus 2 എത്ര? 1, which is nothing but y. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് കിട്ടി. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എന്താണ്? ഈ y വാല്യൂ കോഡൊമൈനിലുള്ള എല്ലാവർക്കും പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡൊമൈനിലുള്ള ആളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും? ഇത് ഓൺ ടു ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനെ എഴുതി നിങ്ങൾ നിർത്തിക്കളയരുത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുക്കുക, എന്നിട്ട് ഇതിനെ നിങ്ങൾ അകത്ത് കൊടുക്കുക, എക്സിന് പകരം ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ലാസ്റ്റ് എന്നിട്ട് y കിട്ടുക എന്ന് നോക്കുക. ഓക്കെ, y എന്ന് പറയാൻ നമുക്ക് എലമെന്റ് ഓഫ് കോഡൊമൈൻ. ഓക്കെ, അപ്പൊ കോഡൊമൈനില് ഇതായിട്ടുള്ളൊരു ഇവിടെ നമുക്ക് എലമെന്റ് ഓഫ് ഇതാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് ആർ മൈനസ് ഡൊമൈനിലുള്ള ആളല്ലേ വരേണ്ടത്? ഇവിടെ റേഞ്ചിലുള്ള എല്ലാവർക്കും പോസിബിൾ ആണ്. അപ്പൊ ഡൊമൈനിലുള്ള ആളാണ് വരേണ്ടത് എലമെന്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കോഡൊമൈനിൽ ഒരാളെ തുടങ്ങി ഡൊമൈനിലുള്ള ആളിലേക്ക് എത്തി. ഇനി നമ്മൾ തിരിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തോ നമുക്ക് തിരിച്ച് കോഡൊമൈനിലുള്ള ആളെ തന്നെ കിട്ടി. therefore നമുക്ക് എന്ത് പറയാം? y is on to. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എടുത്ത് എഴുതാം. y is അല്ലെ f ആണ്.
ഇങ്ങനെ വരും എഫ് ഈസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും എഫ് ഈസ് ഓൺ ടു. ഇനി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ എടുത്ത് എഴുതാം. എഫ് ഈസ് 1 1 ആൻഡ് ഓൺ ടു എന്നും കൂടെ എഴുതി ഫിനിഷ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്ത് ആദ്യം 1 1 എളുപ്പമാണ്. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 തുടങ്ങുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ക്രോസ് ഒക്കെ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് ലാസ്റ്റ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്നുള്ളതിലേക്ക് കൊണ്ടെത്തിക്കുക. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ 1 1 ആണ്. എത്തിക്കാൻ പറ്റിയില്ല എങ്കിൽ ആർക്കാണ് പ്രശ്നക്കാരൻ നോക്കിയിട്ട് അത് എഴുതുക. ഇനി അടുത്ത് ഓൺ ടു ആണെന്ന് കാണിക്കുക എന്ത് ചെയ്യുക, y ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്ത് ലാസ്റ്റ് എക്സ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് y ആയിട്ട് എഴുതുക. എന്നിട്ട് ആ y വാല്യൂ എല്ലാവർക്കും പോസിബിൾ ആണോ, പോസിബിൾ ആണെങ്കിൽ എല്ലാ എക്സിലോട്ടും നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുമോ, ഇത് എക്സിലുള്ള ആളായിരിക്കുമോ അല്ലയോ എന്നുള്ളതൊക്കെ നോക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അത് ഓൺ ടു ആയിരിക്കും. പിന്നെ ഓൺ ടു ആണെന്നെങ്കിൽ കാണിക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റെപ്പും കൂടെ എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന്റെ സ്ഥാനത്ത് അത് കൊടുക്കുക, സോൾവ് ചെയ്ത് ലാസ്റ്റ് y എന്ന് പറഞ്ഞ് കിട്ടും, എലമെന്റ് ഓഫ് കോഡൊമൈൻ എന്ന് കാണിക്കുക, എഫ് ഈസ് ഓൺ ടു എന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ആക്ച്വലി ഇത്രയാണ് ആവശ്യം. പിന്നെ കൂട്ടത്തിൽ ഇതും കൂടെ എഴുതി ഫിനിഷ് ചെയ്യുക. കാരണം ഇത് നമുക്കൊരു എക്സ് വാല്യൂ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇൻവേഴ്സ് എന്തായിരിക്കും, എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3y മൈനസ് 2 y മൈനസ് 1 ആയിരിക്കും. ഓക്കെ, 1 1 ഓൺ ടു ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ്, ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇൻവേഴ്സ് കാണണം, ഇൻവേഴ്സ് കാണണമെങ്കിൽ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടുന്ന ആളായിരിക്കും എന്ത്, ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തത് എന്താണ്, 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ പ്രോബ്ലംസ് ആയിരുന്നു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 സെയിം ക്വസ്റ്റ്യൻസിലെ ചോദ്യമാണ്. ഇനി നമുക്ക് ഇതും വർക്ക്ഔട്ട് ചെയ്യാണ്ട് എന്താണ് 2023 ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ലെറ്റ് a equals set 1 2 3 4 5 6. സോ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, a എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. Given that the relation R1 equals set AB such that a comma b element of a b minus a equals k is reflexive. എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള റിലേഷൻ R1 എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് തന്നിട്ടുണ്ട്. Then k equals, അങ്ങനെയെങ്കിൽ k യുടെ വാല്യൂ എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിനിവിടെ ശ്രദ്ധിച്ചു നോക്കിയ മക്കളെ, b മൈനസ് a ഈക്വൽസ് k. b മൈനസ് a എന്തെന്നാ പറഞ്ഞിട്ടുള്ളത്, k ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ a എലമെന്റ് ഓഫ് r ആയിരിക്കണം. ഓക്കെ, റിഫ്ലെക്സീവ് എന്താണ് സൂചിപ്പിക്കുന്നത്, റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ഇംപ്ലൈസ് a എലമെന്റ് ഓഫ് r for all a എലമെന്റ് ഓഫ് a ആണ്. ഇതാണ് എന്ത്, റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ. നമ്മളുടെ ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്ന R1 ആണ്. അപ്പൊ R1ൽ ആരുണ്ടാകണം, a ഉണ്ടാകണം. അപ്പൊ R1ൽ a ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, b മൈനസ് a അഥവാ a മൈനസ് a ഈക്വൽസ് k ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, a മൈനസ് a ഈക്വൽസ് k എന്ന് പറയാം. കാരണം ഈ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമല്ലേ ബിക്കും എക്കും രണ്ടിനും ഈ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമല്ലേ അത് ആറിലെ എലമെന്റ് ആവത്തുള്ളൂ. ഇവിടെ a ആറിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് എന്ത് പറയാം, a മൈനസ് a എന്ന് പറയുന്നത് ഈക്വൽ ടു k ആയിരിക്കും. അങ്ങനെയെങ്കിൽ k യുടെ വാല്യൂ എന്ത് പറയാം, k ഈക്വൽസ് a മൈനസ് a എന്താണ്, 0 ആണ്. സോ നമുക്ക് പറയാം k എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ k യുടെ വാല്യൂ എന്ത് കിട്ടി, 0. ഇനി അടുത്ത ചോദ്യം നോക്കാം. Show that the relation R2 equals ordered pair AB such that a comma b element of a absolute of b minus a equals 2. So ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക് ആണെന്നാണ് കാണിക്കേണ്ടത്. എന്താണ് കാണിക്കേണ്ടത്, സിമ്മട്രിക് ആണ്. അപ്പൊ നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്, സിമ്മട്രിക് ആണെന്ന് കാണിക്കണം. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ആരുണ്ടാകണം, ബി എ എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് സിമ്മട്രിക് ആണോ എന്നാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഇനി നമ്മൾ സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ആണ് ചെയ്യാൻ പോകുന്നത്, സിമ്മട്രിക്. ഓക്കെ, സിമ്മട്രിക് ആണെങ്കിൽ നമുക്ക് എന്തറിയാം, എന്താണ്, ഇഫ് എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെന്റ് ഓഫ് ആർ. ഓക്കെ, എ ബി ആറിലെ എലമെന്റ് ആണെങ്കിൽ ആരും ആറിലെ എലമെന്റ് ആയിരിക്കണം, ബി എയും ആറിലെ എലമെന്റ് ആയിരിക്കണം. അതിന് നമുക്ക് ആദ്യം എന്തെടുക്കാം, എ ബി ആറിലെ എലമെന്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അസ്യൂം അല്ലെങ്കിൽ ലെറ്റ്, നമുക്ക് ഇഷ്ടമുള്ള വേർഡിങ്സ് എഴുതാം. ഓക്കെ, അസ്യൂം എ ബി എലമെന്റ് ഓഫ്, നമ്മളുടെ ഇവിടുത്തെ ആർ എന്ന് പറഞ്ഞാൽ എന്താ, R2 ആണ്. എ ബി എലമെന്റ് ഓഫ്
R2 ആണ്. Which implies AB R2 എലമെന്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? Absolute of B minus A equals 2. ഓക്കെ, അബ്സല്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വേണമെങ്കിൽ പറഞ്ഞൂടെ? പറയാം. കാരണം നെഗറ്റീവ് ഓഫ് പോസിറ്റീവും നെഗറ്റീവും അബ്സല്യൂട്ടിൽ വരുമ്പോൾ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? Which implies absolute of minus of B minus A equals 2. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാം മക്കളെ? Which implies നെഗറ്റീവ് അകത്തോട്ട് എടുത്താൽ B എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും, A എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും. സോ അബ്സല്യൂട്ട് ഓഫ് A minus B എന്ന് പറയാം. A minus B equals 2. A minus B equals 2 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? A B യും Aയിലെ എലമെന്റ് ആണ്. അത് ഉറപ്പാണ്. നമുക്ക് ഇവിടെ നിന്ന് അത് പറയാം. ഇനി A minus B equals 2, absolute of A minus B equals 2 എന്ന് പറഞ്ഞാൽ എന്താണ്? BA element of R2 ആണ് അല്ലെ? അപ്പൊ ഇത് തിരിഞ്ഞു വരും. B, A element of R2 കിട്ടിയില്ലേ? നോക്കിക്കേ, AB element of R2 എന്ന് എടുത്തു, നമ്മൾ ചെയ്തു വന്നു, ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? BA element of R2 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore R2 എന്താണ്? സിമ്മട്രിക് ആണ്. ഓക്കെ, എന്താണ് മക്കളെ? R2 സിമ്മട്രിക് ആണെന്ന് പറയാം. ഐഡിയ കിട്ടിയല്ലോ? നമ്മൾ ആദ്യത്തെ ചോദ്യം റിഫ്ലെക്സീവ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. റിഫ്ലെക്സീവ് ആകുമ്പോൾ നമുക്കറിയാം A എലമെന്റ് ഓഫ് R ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A minus A equals K എന്ന് പറഞ്ഞു കിട്ടി. Therefore K equals 0. ഇനി അടുത്തത് സിമ്മട്രിക് ആണെന്ന് കാണിക്കാനാണ്, പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ സിമ്മട്രിക് ആണെന്ന് കാണിക്കുന്നത് നമുക്കറിയാം AB എലമെന്റ് ഓഫ് R ആണെങ്കിൽ BA എലമെന്റ് ഓഫ് R ആണെന്ന് കാണിക്കുക. അതിനപ്പോ നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? AB എലമെന്റ് ഓഫ് R2 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. അത് നമുക്ക് സോൾവ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? BA എലമെന്റ് ഓഫ് R2 എന്ന് പറഞ്ഞു കിട്ടി. Therefore R2 is symmetric. ഐഡിയ കിട്ടിയല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് അടുത്ത ചോദ്യം? If the function f of x equals absolute of x plus 1 is 1 1, select its domain from the following. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്? 1 1 ആണെന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ തിരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകൾ എടുത്താൽ ഇൻപുട്ടും എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. നമുക്കറിയാം ഇവിടുത്തെ പ്രശ്നക്കാരൻ ആരാണ് മക്കളെ? അബ്സല്യൂട്ട് ആണ്. അബ്സല്യൂട്ടിന് നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും ഉത്തരം എങ്ങോട്ടാ പോകുന്നത്? ഒരാളിലേക്കാണ് പോകുന്നത്. അപ്പൊ അബ്സല്യൂട്ടിന് ഒന്നുകിൽ പോസിറ്റീവ് കൊടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ഡൊമെയിൻ ആയിട്ട് പോസിബിൾ ആകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് പ്രശ്നക്കാരനായിട്ട് വരുന്നത് അബ്സല്യൂട്ട് ആണ്. അബ്സല്യൂട്ടിൽ നമുക്കറിയാം ഒന്നുകിൽ 0 to infinity വന്നാൽ ഒറ്റ ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 0 to negative infinity, അതായത് negative infinity to 0 എന്ന് പറയുന്ന ഇന്റർവെൽ എടുത്താലും ഒറ്റ ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. അല്ലാതെ നെഗറ്റീവും പോസിറ്റീവും മിക്സ് ആയിട്ട് വരുന്ന സ്ഥലത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഡിഫറെന്റ് ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് ഡിഫറെന്റ് അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ -1. ഇവിടെ നിങ്ങൾ -1 കൊടുത്തേ, മൈനസ് അബ്സല്യൂട്ട് ഓഫ് -1 1 ആയിരിക്കും. 1 + 1 2 ആയിരിക്കും. അതുപോലെ 1 കൊടുത്ത് നോക്കിക്കേ, 1 + 1 2 ആയിരിക്കും. അപ്പൊ -1നും +1നും ഒരേ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. അങ്ങനെ വരാൻ പാടുണ്ടോ 1 1 എന്ന് പറയുമ്പോ? ഇല്ല. ഓക്കെ, ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻപുട്ടുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ ഡൊമെയിൻ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഓക്കെ, ഡൊമെയിൻ ഒന്നുകിൽ -∞ to 0 വരെയുള്ള ആൾക്കാരിൽ ഏതെങ്കിലും വരാം, അല്ലെങ്കിൽ 0 to infinity വരെയുള്ളതിൽ ആരെങ്കിലും വരാം. അല്ലാതെ ഒന്നുകിൽ ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് വരാം. അല്ലാതെ ഇതിന് മിക്സ് ആയിട്ട് എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം എങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യത്തെ നോക്കിക്കേ, -∞ to 1. ഓക്കെ, -∞ to 1 എന്ന് പറയുമ്പോൾ അതിൽ ആരുണ്ട്? നെഗറ്റീവ് പോസിറ്റീവ് വരുന്നുണ്ട് അല്ലെ? നെഗറ്റീവ് 0.5 വരുന്നുണ്ട്, പോസിറ്റീവ് 0.5 വരുന്നുണ്ട്. അപ്പൊ ഇത് പറ്റോ? അടുത്ത് നോക്കാം. -∞ to ∞, അതെല്ലാം അറിയാം, എന്തായാലും പറ്റൂല അല്ലേ? ഒന്നുകിൽ പോസിറ്റീവ് സൈഡ് വരാം, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് വരാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടും കൂടെ എന്തായാലും വരാൻ പറ്റില്ല. അപ്പൊ അടുത്ത പോസിബിലിറ്റി നോക്കിക്കേ, -1 to 1.
നമുക്ക് 1 തന്നെ ഉത്തരമായിട്ട് എടുക്കാം. നോക്കിക്കേ, 1 നമ്മൾ എടുത്തു നോക്കിയാൽ 2 ഔട്ട്പുട്ട്, 2 ആൾക്കാർക്ക് ഒരേ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് ഇത് നോക്കിക്കേ, +1 to 2, +2. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന. അതുകൊണ്ട് തന്നെ അതിൽ ഏത് വാല്യൂ നമ്മൾ കൊടുത്താലും നമുക്ക് എക്സാക്ട്ലി 1 ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഇത് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതല്ല. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഇതാണ് കറക്റ്റ്. കാരണം ബാക്കി ഏതൊരു ഓപ്ഷനിലും 1-1 അല്ലാത്ത സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? പറയാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് ദ ഫംഗ്ഷൻ f of x, നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം ഫംഗ്ഷൻ ആണ്, അത് നേരത്തെ 1-1 ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? on2 ആണ്. അത് on2 ആണ്. on2ന്റെ കോൺസെപ്റ്റ് എന്താണ്? on2 എന്ന് പറയുമ്പോൾ y വാല്യൂസ് എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആകണം? കോഡൊമെയിനിന് ഈക്വൽ ആകണം. അതായത് കോഡൊമെയിനിലുള്ള ആരെടുത്താലും അവർക്ക് മിനിമം ഒരു ഇൻപുട്ട് എങ്കിലും വേണം. ഓക്കെ, ഒരാളുടെ ഇൻപുട്ട് ആയിട്ടെങ്കിലും ആ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടാകണം. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? on2 എന്ന് പറഞ്ഞാൽ മിനിമം ആണ്, മിനിമം ഇൻപുട്ട് വേണം. 1-1 എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം 1 ആണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ ഔട്ട്പുട്ട് വരാൻ പാടില്ല. ഇവിടെ വരുമ്പോൾ ഒരു ഔട്ട്പുട്ട് എങ്കിലും. ഓക്കെ, ഒരു ആൾക്ക് ഒരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിട്ടെങ്കിലും ഒരാൾ വരണം. അതാണ് നമ്മൾ on2 പറയുന്നത്. ഓക്കെ, on2 ആണെങ്കിൽ അതിന്റെ റേഞ്ച് പറയാനാണ് പറഞ്ഞത്. on2 ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? റേഞ്ച് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ പറയാം? നോക്കിക്കേ, on2 എന്ന് പറഞ്ഞാൽ, അപ്പൊ on2 എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ഉത്തരമായിട്ട് വരുന്ന നമ്മളുടെ റേഞ്ച്, മൊത്തത്തിലുള്ള റേഞ്ചിന്റെ ഏതെങ്കിലും സബ്സെറ്റ് എടുത്താൽ മാത്രമേ അതെന്താവുള്ളൂ? on2 ആവുള്ളൂ. അല്ലാതെ ഉത്തരം കിട്ടാത്ത പൊസിഷനിലുള്ള ആൾക്കാരെ എടുത്താൽ നമുക്ക് on2 ആവോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കറിയാം അബ്സല്യൂട്ട് ഓഫ് എക്സ്. നോക്കിക്കേ, അബ്സല്യൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് y വാല്യൂ ആണ് നമ്മൾ on2ന് വേണ്ടി നോക്കുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് ഓഫ് എക്സ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അബ്സല്യൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും 0നെക്കാട്ടി വലുതോ ഈക്വലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 എന്തായിരിക്കും മക്കളെ? അത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 + 1 1 ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അബ്സല്യൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഒന്നിനെക്കാട്ടി വലുതോ ഈക്വലോ ആകണം. അപ്പൊ ഒന്നിനെക്കാട്ടി വലുതായിട്ടുള്ള ആൾക്കാരുടെ ഏതെങ്കിലും ഒരു എന്താണ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് on2 ആയിരിക്കും. അല്ലാതെ ഒന്നിനെക്കാട്ടി ചെറുതായിട്ടുള്ള ആൾക്കാരുടെ കേസുകൾ എടുത്തു നോക്കിയാൽ അതെന്താവില്ല? on2 ആയില്ല. കാരണം നമുക്കിവിടെ ഉത്തരമായിട്ട് ഒന്നിനെക്കാട്ടി വലുതായിട്ടുള്ള ആൾക്കാർ മാത്രമേ വരത്തുള്ളൂ, ഒന്നോ അതിനെക്കാട്ടി കൂടുതൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നോക്കിക്കേ, ആദ്യത്തേലെല്ലാം ഒന്നിനെക്കാട്ടി ചെറുതാണ് അല്ലെ? അപ്പൊ അത് വരാൻ പറ്റുമോ? ഇല്ല. അടുത്തത് മൊത്തം റിയൽ നമ്പർ ആണ്, എന്തായാലും വരാൻ പറ്റില്ല. ഒന്നിനെക്കാട്ടി വലുത് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, -1 to 1. ഇവിടെ ആകെ 1 മാത്രമേ നമുക്ക് 2 ആയിട്ട് വരുന്നുള്ളൂ അല്ലെ? ബാക്കി ഏത് -1 എടുത്താലും -1 ഒക്കെ നമുക്ക് ഇമേജ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് നോക്കിക്കേ, 1 2. ഒന്നിനെക്കാട്ടി വലുതോ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സെറ്റാണത്. ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ടാകും? ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ on2 ആണെങ്കിൽ വരാൻ പോസിബിൾ ആണ്. ഓക്കെ, ഇത് മാത്രം വരുന്നു എന്നുള്ളതല്ല. അപ്പൊ നമുക്ക് പലർക്കും തോന്നുന്ന ഡൗട്ടാണ്, ഗ്രേറ്റർ ദാൻ 1 എന്നൊക്കെ പറയുമ്പോൾ സാറേ 1 to infinity അല്ലേ വരുന്നത്? പക്ഷെ 1 to infinity എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതോ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിന്റെ ചോദ്യമാണ്. If f of x equal to cos x and g of x equal to greatest integer function ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ നമുക്കറിയാം, അതാണ് തന്നിട്ടുള്ളത്. Then find f of g of x, g of f of x, f of g of x ഉം g of f of x ഉം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? f of g of x. എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങ് ചെയ്താൽ മാത്രം മതി. വേറെ നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം എഴുതാം. ആദ്യം നമുക്ക് f of g of x എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? f of g of x. ഓക്കെ, ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? f of g of x എന്താ മക്കളെ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x. ഓക്കെ, അത് ഇനി f എന്ന് പറഞ്ഞാൽ എന്താണ്? cos x ആണ്. x ന്റെ സ്ഥാനത്ത് f of x എന്ന് പറയുമ്പോൾ cos x ആണ്. ഇവിടെ x ന്റെ സ്ഥാനത്ത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ് വന്നിട്ടുള്ളത്.
അപ്പൊ ഇതെങ്ങനെ വരും? cos ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എക്സ് അതാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത് g ഓഫ് എഫ് ഓഫ് എക്സ് അത് നമുക്ക് തന്നെ പറയാൻ പറ്റും അല്ലെ? ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കേ മക്കളെ. എങ്ങനെ വരും? g ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, g ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? cos എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ g ഓഫ് എക്സ് നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ആണ്. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കിടക്കുന്നു? ഇവിടെ cos എക്സ് കിടക്കുന്നു. അപ്പൊ ഇവിടെയും എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? cos എക്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ അടുത്ത ചോദ്യം നോക്കാം. ഇത് നമുക്ക് 2023 ഫസ്റ്റ് ടേമിന്റെ പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയുടെ ചോദ്യങ്ങൾ ആദ്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ നമ്മുടെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നതിൽ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. Let R be a relation in the set 1, 2, 3 defined by R equals set ordered pairs 1, 1, 1, 3, 3, 3. Then the ordered pair to be added to R to make it a reflexive relation is. അപ്പൊ നമുക്ക് ഇവിടെ റിലേഷൻ തന്നിട്ടുണ്ട്. ഇതില് ഏത് ഓർഡേർഡ് പെയറും കൂടെ ആഡ് ചെയ്താൽ അത് റിഫ്ലെക്സീവ് ആകും എന്നാണ് ചോദിച്ചത്. എന്താണ് റിഫ്ലെക്സീവ് റിലേഷന്റെ കണ്ടീഷൻ? എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. ഓക്കെ, ഈ എയിലുള്ള നമ്മുടെ സെറ്റിലുള്ള എല്ലാരും അവരവനായിട്ട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ആ സെറ്റിൽ ആരൊക്കെയുള്ള? 1, 2, 3. അപ്പൊ നമുക്ക് ആരൊക്കെ വേണം? 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം. ഇവിടെ ആരൊക്കെയുണ്ട്? 1, 1 ഉണ്ട്, 3, 3 ഉണ്ട്. അപ്പൊ ഇനി ആരും കൂടെ വേണം? 2, 2. അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരം എന്താണ് വരുന്നത്? 2 ഓർഡേർഡ് പെയർ 2, 2. അത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് എഴുതാന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചോദ്യം. Check whether the relation are defined in the set. Okay, set A equals set 1, 2, 3 etc. up to 14 given by R equals ordered pair xy such that 3x minus y equal to 0. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അതാണ് ഡയറക്റ്റ് അത് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചോദിച്ചാൽ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അതേസമയം ഡയറക്റ്റ് ആയിട്ട് ഇക്വലൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരാൾ അല്ലാന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് പറയാം? മൊത്തത്തിൽ അല്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിഫ്ലെക്സീവ് അല്ലെങ്കിലും സിമെട്രിക് ചെക്ക് ചെയ്യണം, സിമെട്രിക് അല്ലെങ്കിലും ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. ഓക്കെ, ആണോ അല്ലയോ എന്ന് നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല. 3 പേരെയും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. കാരണം മാർക്ക് ഡിവിഷനും അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ മാർക്ക് ആയിരിക്കും. അപ്പൊ സെപ്പറേറ്റ് അത് എഴുതുക. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? റോസ്റ്റർ ഫോമിൽ എഴുതാം. ഓക്കെ, നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്. R equals ordered pair xy such that 3x minus y equals 0. ഇതാണ് നമ്മളുടെ ഓർഡേർഡ് പെയർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതണം? ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതണം. റോസ്റ്റർ ഫോം എങ്ങനെ എഴുതാം? റോസ്റ്റർ ഫോം എഴുതുന്നതിന് ഇവിടെ നോക്കിക്കേ, 3x minus y equal to 0 എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിന് y equal to എന്നുള്ള ഫോമിലോട്ട് എഴുതി വെക്കാം. ഓക്കെ, എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ് മക്കളെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അറിയാം 3x minus y equal to 0. മൈനസ് y അപ്പുറത്ത് പോയി എന്ത് കിട്ടും? y ആകും. y equal to 3x. അപ്പൊ y equal to എന്താ കിട്ടിയേ? 3x. x-ന്റെ 3 ടൈംസ് ആണ് y. പിന്നെ ശ്രദ്ധിക്കുക, എക്സും വൈയും ഒക്കെ എവിടെ നിന്നാണ്? എയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം 14നെക്കാട്ടി കൂടിയാൽ അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. R equals സെറ്റ് ആദ്യം എക്സിന് എന്ത് കൊടുക്കാം? എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോ y എത്ര വരും? 3 times 1 3 ആണ്. എക്സിന് 2 കൊടുക്കുമ്പോഴോ 3 times 2 6 ആണ്. എക്സിന് 3 കൊടുക്കുമ്പോഴോ 9 ആണ്. എക്സിന് 4 കൊടുത്താലോ 12 ആണ്. എക്സിന് 15 കൊടുത്താലോ 5 കൊടുത്താലോ 15 ആണ്. പക്ഷെ 15 ഇവിടെ വരാൻ പറ്റുമോ? 14 വരെ വരാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇനി നിങ്ങൾ 6 കൊടുത്ത 8 എന്തായാലും കൂടിക്കൂടിയേ പോകത്തുള്ളൂ. അതെന്തായാലും ഇവിടെ ഇല്ല. അപ്പൊ ഇതുവരെ ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്ത പ്രോബ്ലം, അടുത്ത സെറ്റ് ചെയ്ത് നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ പിന്നെ കാർഡ് കയറിയെന്ന് ഇത് അതിൽ നോക്കി വെരിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് ആണോ മക്കളെ?
അല്ല അല്ലേ? കാരണം നമുക്ക് റിഫ്ലക്സീവ് ആണെങ്കിൽ അറിയാം 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 12 13 13 14 14 ഇത്രയും പേഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. പക്ഷെ ഇതെന്താണ്? ഇവിടെ നോക്കിക്കേ 1 1 ഉണ്ടോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു. 2 2 ഇല്ലാന്ന് ഒരാൾ. ഞാൻ പറയുകയാണ് 1 1 നോട്ട് എൻ എലമെന്റ് ഓഫ് ആർ ആയതുകൊണ്ട് റിഫ്ലക്സീവ് അല്ല. വേറൊരാൾ എന്ത് പറഞ്ഞു? 2 2 ആറിലെ എലമെന്റ് അല്ല, അതുകൊണ്ട് അത് റിഫ്ലക്സീവ് അല്ല. ഓക്കെ, നമ്മള് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്താൽ തെറ്റാണെന്ന് ഒരു എക്സാമ്പിൾ എങ്കിലും കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? സിൻസ് 1, 1 not an element of R, okay, R is not reflexive. R എന്തല്ല? റിഫ്ലക്സീവ് അല്ല. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സിമ്മട്രിക്. സിമ്മട്രിക്കിന്റെ നോക്കാം. സിമ്മട്രിക് എന്താ പറയുന്നത്? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാകണം. അതായത് 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടാകണം. ഇവിടെ 1 3 ഉണ്ട്, 3 1 ഉണ്ടോ? ഇല്ല. വേറൊരാൾ പറയണെങ്കിൽ 4 12 ഉണ്ട്, 12 4 ഇല്ല. കറക്റ്റ് അല്ലേ? അതും യെസ്, ലോജിക് കറക്റ്റ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുത്ത് പറയാം. നമുക്ക് ഇവിടുന്ന് പറയാം. ഹിയർ ഇവിടെ നോക്കിക്കേ, 1 3 എലമെന്റ് ഓഫ് ആർ ആണ്. 1 3 ആറിലെ എലമെന്റ് ആണ്. ബട്ട് എന്തല്ല? 3 1 നോട്ട് എൻ എലമെന്റ് ഓഫ് ആർ. 3 1 ആറിലെ എലമെന്റ് അല്ല. 1 3 ആറിലെ എലമെന്റ് ആണ്. പക്ഷെ തിരിച്ചു എഴുതുമ്പോ ആറിലെ എലമെന്റ് ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, therefore R is not symmetric. ഓക്കെ, R സിമ്മട്രിക് അല്ല എന്ന് പറയാം. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കിക്കേ. 2 6 ഉണ്ട്, 6ന്റെ ആരുമില്ല. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണോ? വേണ്ട. 3 9 ഉണ്ട്, 9 തുടങ്ങുന്ന ആരുമില്ല. അപ്പൊ അതും നമ്മൾ ചിന്തിക്കണം. 4 12 ഉണ്ട്, 12 തുടങ്ങുന്ന ആരുമില്ല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. 3 തുടങ്ങുന്ന ആളല്ലേ ഇവിടെ, തീരുന്ന ആളല്ലേ അവിടെ തുടങ്ങിയത്. അപ്പൊ 1 3 ഉണ്ട്, 3 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആര് വേണം? 1 9 ഉണ്ടായിരിക്കണം. പക്ഷെ 1 9 ഇവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസിറ്റീവ്. അടുത്ത് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ട്രാൻസിറ്റീവ്. ഹിയർ നമുക്ക് എന്ത് പറയാം? ഹിയർ 1 3, 3 9 എലമെന്റ് ഓഫ് ആർ. ബട്ട് എന്ത് എലമെന്റ് ഓഫ് ആർ അല്ല? 1 9 നോട്ട് എൻ എലമെന്റ് ഓഫ് ആർ. 1 9 ആറിലെ എലമെന്റ് അല്ല. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം മൂന്നാമത്തെ ചിന്തിച്ചാൽ മതി. ഇവിടെ അങ്ങനെ ഒരു എക്സാമ്പിൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. സപ്പോസ് 3 9 ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്തായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസിറ്റീവ് ആകും. ഓക്കെ, ഇഫ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താകും? ട്രാൻസിറ്റീവ് ആകും. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലായി 1 3 ഉണ്ട്, 3 9 ഉണ്ട്, ബട്ട് 1 9 ഇല്ല. സോ R is not transitive. R എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തെഴുതാം. R is not reflexive, symmetric, transitive. റിഫ്ലെക്സീവ് അല്ല, സിമ്മട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഓക്കെ, അങ്ങനെ അടുത്ത ചോദ്യം നോക്കാം. Let f from n to n be defined as f of x equals 3x. Then f is 1 1 on 2, f is on 2 but not 1 1, f is 1 1 but not on 2, f is neither 1 1 nor on 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇനി അത് 1 1 ആണോ on 2 ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കിക്കേ, ആദ്യം 1 1 ചെക്ക് ചെയ്യാം. 1 1 എന്താ പറയുന്നേ? f of x1 equal to f of x2 ആണെങ്കിൽ x1 equal to x2 എന്ന് പറഞ്ഞ് കിട്ടണം. f of x1 equals f of x2. നമുക്ക് ഇവിടെ let എന്നൊക്കെ പറഞ്ഞ് എഴുതാം. let f of x1 equal to f of x2. ആ സോൾവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് x1 equal to x2 എന്ന് പറഞ്ഞാണ് കിട്ടേണ്ടത്. നോക്കിക്കേ, f of x1 equal to f of x2. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? f of x1 എന്ന് പറഞ്ഞാൽ 3x1 equals 3x2. 3 3 ക്യാൻസൽ ആയി പോകില്ല. എന്നിട്ട് എന്ത് കിട്ടും? x1 equal to x2. Therefore f is 1 1. f എന്താണ് മക്കളെ? 1 1 ആണ്. ഇനി അടുത്ത് എന്താ നോക്കേണ്ടേ? on 2 ആണോ എന്നുള്ളതാണ്. on 2 ആണോ നോക്കാം. on 2 ആണെങ്കിൽ എന്താ കണ്ടീഷൻ? on 2 ആണെങ്കിൽ y equal to എന്ന് പറഞ്ഞെടുക്കുക. y equal to some 3x. അങ്ങനെയാണെങ്കിൽ x equal to y by 3. ഓക്കെ, y by 3 എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. നോക്കിക്കേ, നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നാച്ചുറൽ ടു നാച്ചുറൽ ആണ്. y by 3
എല്ലാ നാച്ചുറൽ നമ്പറും ബൈ 3 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റില്ല? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ കാണിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു എക്സാമ്പിൾ എന്ത് കാണിക്കാം? ബൈ 3 ഒരു നാച്ചുറൽ നമ്പർ അല്ലാത്ത കിട്ടാത്ത ഒരു എക്സാമ്പിൾ എന്തെടുക്കാം? വൈക്ക് ഒരു 1 കൊടുക്കാം അല്ലേ? വൈക്ക് എന്ത് കൊടുക്കാം? ഒരു 1 കൊടുക്കാം. ഓക്കെ, 1 നമുക്കറിയാം. ഓക്കെ, 1 എലമെന്റ് ഓഫ് n ആണ്, കോഡൊമൈനിലാണ് എടുക്കുന്നത്. ഓക്കെ, ബട്ട് 1/3 നോട്ട് an element of n. 1/3 എന്തല്ല? n ലെ എലമെന്റ് അല്ല. Therefore f is not onto. ഓക്കെ, നമ്മൾ y വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. y equals 1 element of n. അപ്പൊ n ൽ നിന്നൊരു 1 എടുത്താൽ അത് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും നമ്പർ നാച്ചുറൽ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 1 വരോ? ഇല്ല. ഓക്കെ, 3 ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ ഇവിടെ എത്തുള്ളൂ. 3 ന്റെ മൾട്ടിപ്പിൾ അല്ലാതെ ആരെടുത്താലും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? f is 1 1 but not on 2. f is 1 1 but not on 2. ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിക്കേ. Show that the function f from R to R defined as f of x equals x square is neither 1 1 nor on 2. ഓക്കെ, ഇപ്പൊ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 അല്ല, on 2 അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ എന്ത് കാണിച്ചാൽ മതി? ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. നമുക്ക് ഇവിടെ നോക്കാം. f of x equal to എന്താണ്? f of x equal to x square ആണ്. 1 1 അല്ലാന്ന് കാണിക്കാൻ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടുന്നതെന്ന് കാണിച്ചാൽ മതി. നോക്കിക്കേ, f of 2 equal to 2 square equal to 4. f of minus 1 1 ആണ് നമ്മൾ കാണിക്കുന്ന. 1 1 വേണ്ടിയാണ്, 1 1 അല്ല എന്നാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ f of 2 equal to 2 square 4 ആണ്. f of minus 2 equal to എന്താണ്? minus 2 square 4 തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും f of 2 f of minus 2 സെയിം ആണ്, ഔട്ട്പുട്ട് സെയിം ആണ്, ബട്ട് ഇൻപുട്ട് സെയിം അല്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഹിയർ f of 2 equals f of minus 2 but 2 not equals minus 2. പക്ഷെ നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയുന്ന minus 2 ന് ഈക്വൽ അല്ല. Therefore f is not 1 1. f എന്തല്ല? 1 1 അല്ല എന്ന് പറയാം. ഇനി അടുത്ത എന്തിന്റെ കേസാണ് നോക്കാൻ പോകുന്ന? on 2 ന്റെ കേസാണ്. on 2. ഓക്കെ, എന്താണ് നമുക്ക് നോക്കേണ്ടത്? ഒരു y കറസ്പോണ്ടിങ് ആയിട്ട് എടുത്താൽ അതിന് പ്രീ ഇമേജ് ഇല്ല എന്നാണ് കാണിക്കേണ്ടത്. നോക്കിക്കേ, നമുക്ക് ഇവിടെ എന്താണ്? സ്ക്വയർ. സ്ക്വയർ വരാത്ത ഒരാളെ എടുത്താൽ പോരെ മക്കളെ? നോക്കിക്കേ, റിയൽ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഏത് നമ്പർ എടുത്താൽ അതിന് നമുക്ക് സ്ക്വയർ പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വാല്യൂന്റെ സ്ക്വയർ ആയിട്ട് ഏത് വരത്തില്ല? ഒരു നെഗറ്റീവ് നമ്പറും വരത്തില്ല. കാരണം ഏതൊരു നമ്പറിന്റെ സ്ക്വയറും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് y വാല്യൂ നെഗറ്റീവ് 1 ആയിട്ട് എടുത്താൽ അതിന് പ്രീ ഇമേജ് പറയാൻ പറ്റില്ല. നോക്കിക്കേ, കോട്ടമൈൻ എന്ന് പറയുന്ന R അല്ലേ? ആറിലുള്ള ഇഷ്ടമുള്ള ഒരാൾ എടുക്കാം. ഓക്കെ, y equals 1. ഓക്കെ, 1 അല്ല minus 1. x square എന്ന് പറയുന്നത് minus 1, which implies x square equals minus 1, x equals root minus 1, not an element of. അതായത് എലമെന്റ് അല്ല, ആറിലെ എലമെന്റ് അല്ല. Therefore f of x is, therefore എന്ത് പറയാം? f of x is not on 2 എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം f is neither 1 1 nor on 2 എന്ന് പറയുന്നത് കാണിക്കും. ക്ലിയർ ആയല്ലോ? സ്റ്റെപ്പ് മനസ്സിലായല്ലോ? 1 1 കാണിച്ചു, അടുത്ത് on 2 കാണിച്ചു. അടുത്തത്, show that the relation R in the set is that of integers given by R equals set AB such that 2 divides A minus B is an equivalence relation. തന്നിട്ടുള്ളത് equivalence relation ആണെന്ന് കാണിക്കാം. equivalence ആണെന്ന് പറഞ്ഞാൽ എന്ത് കാണിക്കണം? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് മൂന്നും കാണിക്കാം. ഇവിടെ ഡെഫിനിഷൻ പോലെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ വെച്ച് തന്നെ കാണിക്കാം. ഫസ്റ്റ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവിൽ എന്താ കാണിക്കേണ്ടത്? എ എലമെന്റ് ഓഫ് ആർ ആണെന്നാണ് കാണിക്കേണ്ടത്. എ മൈനസ് എ എന്താണ്? ഈക്വൽ ടു 0, which implies a minus a by 2 equals 0. Okay, a minus a equals 2 equals 0 by 2. Okay, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? 0 by 2 ഡിവിസിബിൾ അല്ലേ? It is divisible. ഡിവിസിബിൾ ആണ്.
therefore a element of R ആണ് for all a element of നമ്മൾ ജനറൽ ആയിട്ട് ഒരു എ എടുത്തു എന്നിട്ട് അതിന് നമ്മൾ കണ്ടീഷന്റെ കാര്യം ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ട്രൂ ആയിട്ട് വന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ അത് ആറിലെ എലമെന്റ് ആയിരിക്കില്ലേ. സോ എ എലമെന്റ് ഓഫ് ആർ ആണെന്ന് കാണിച്ചു. ഇനി അടുത്ത് എന്താ കാണിക്കാനുള്ളത്? സിമ്മട്രിക്. ഓക്കെ, നോക്കിക്കേ സിമ്മട്രിക് എന്താ പറയുന്നേ? എ ലെറ്റ് എന്ത് പറയാം? എ ബി എലമെന്റ് ഓഫ് ആർ. എ ബി എന്തിന്റെ എലമെന്റ് ആയിട്ട് എടുക്കാം? ആറിലെ എലമെന്റ് ആയിട്ട് എടുക്കാം. which implies 2 divides a minus b. അപ്പൊ a minus b ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ അതിന്റെ നെഗറ്റീവ് നമ്പറിനെയും അതേ നമ്പർ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? which implies 2 divides minus of a minus b. അതിന് നെഗറ്റീവ് വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതൊരു k ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? മൈനസ് k കിട്ടും. അപ്പൊ ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ 2 divides minus a of b, which implies 2 divides എന്താണ്? നോക്കിക്കേ മക്കളെ, 2 divides മൈനസ് അകത്തോട്ട് എടുത്താൽ a നെഗറ്റീവ് ആകും, b എന്താകും? പോസിറ്റീവ് ആകും. സോ b മൈനസ് a ആകും. a divides b മൈനസ് a എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ba element of r ആണ്. ba element of r ആണ്. therefore r എന്താണ്? r is symmetric ആണെന്ന് പറയാം. r എന്താണെന്ന് പറയാം? സിമ്മട്രിക് ആണെന്ന് പറയാം. ഇനി നമുക്ക് മൂന്നാമത് നോക്കേണ്ടത് എന്താ? ട്രാൻസിറ്റീവ് ആണ്. മൂന്നാമത് എന്താണ് നോക്കേണ്ടത്? ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്താണ് പറയുന്നത്? എ ബിയും ബി സിയും ആറിലെ എലമെന്റ് ആണെങ്കിൽ എ സി വേണം. സോ നമുക്ക് എന്തെടുക്കാം? ലെറ്റ് എ ബി ബി സി എലമെന്റ് ഓഫ് ആർ. അവർ ആറിലെ എലമെന്റ് ആണ്. അങ്ങനെയുള്ള 3 പേരുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? which implies a minus b divides to a minus b and b minus c divides 2. ഓക്കെ, അപ്പോ a minus b നെയും b minus 2 നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ട് നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ അഡീഷനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് എല്ലാ നമ്പറിനും പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a by b by 2, a minus b by 2, b minus c by 2. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അഡീഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ചെയ്താൽ മതി. അപ്പൊ വീണ്ടും ബൈ 2 തന്നെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയാൽ അഡീഷൻ ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. which implies a minus b plus b minus c divides 2. സോറി, 2 divides ആണ്. ഡിവിസിബിൾ ബൈ 2 ആണ്. നമുക്ക് ഇവിടെ എഴുതുമ്പോൾ തിരിച്ചെഴുതാണെങ്കിൽ എങ്ങനെ എഴുതണം? ഡിവിസിബിൾ ബൈ 2. ഓക്കെ, so b minus c divisible by 2. Okay, അപ്പോൾ ഇവിടെയും divisible by 2 എന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആയി പോകും. എന്നിട്ട് എന്ത് കിട്ടും? a minus c divisible by 2 എന്ന് പറഞ്ഞു കിട്ടും. a minus c divisible by 2 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? which implies a comma c element of r ആണ്. ഓക്കെ, ആ കണ്ടീഷൻ ട്രൂ ആയിട്ട് വന്നു. ആർക്കാണ്? എ മൈനസ് സിക്ക് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എ സി എലമെന്റ് ഓഫ് ആർ ആകണം. നോക്കിക്കേ, എ ബിയും ബി സിയും ആറിലെ എലമെന്റ് ആണെങ്കിൽ ആരും ആറിലെ എലമെന്റ് ആകും? എ സിയും ആറിലെ എലമെന്റ് ആകും. which implies r is transitive. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? r is reflexive കിട്ടി, സിമ്മട്രിക് കിട്ടി, ട്രാൻസിറ്റീവ് കിട്ടി. ഓക്കെ, ഹെൻസ് നമുക്ക് എന്ത് പറയാം? അത് ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ട് വേണം പറയാൻ കേട്ടോ. hence r is reflexive. Sorry, reflexive അല്ല, equivalence. ഓക്കെ, r എന്താണെന്ന് പറയാം? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയാം. ഐഡിയ കിട്ടിയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ആദ്യം റിഫ്ലെക്സീവ് നോക്കി, സിമ്മട്രിക് നോക്കി, ട്രാൻസിറ്റീവ് നോക്കി. മൂന്നും ട്രൂ ആയതുകൊണ്ട് എന്തായിരിക്കും? r ഇക്വലൻസ് ആയിരിക്കും. അടുത്ത ചോദ്യം. Show that f from r to r given by f of x equals 4x plus 3 is bijective. Bijective ആണെന്ന് കാണിക്കാം. അപ്പൊ ആദ്യം എന്ത് കാണിക്കണം? 1 1. Bijective ആണെന്ന് കാണിക്കാം. ആദ്യം എന്ത് കാണിക്കണം? 1 1. 1 1 എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? Let f of x1 equals f of x2. ഇനി എന്ത് ചെയ്യുക? f of x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, f of x2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. f of x equal to 4x plus 3 ആണ്. So f of x1 എന്താണ്?
ഫോർ എക്സ് വൺ പ്ലസ് ത്രീ ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് ടു എന്താണ്? ഫോർ എക്സ് ടു പ്ലസ് ത്രീ ആയിരിക്കും. രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ത്രീ ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? അപ്പൊ എന്ത് കിട്ടും? ഫോർ എക്സ് വൺ ഈക്വൽസ് ഫോർ എക്സ് ടു. രണ്ട് സൈഡിൽ നിന്ന് എന്ത് ക്യാൻസൽ ചെയ്യാം മക്കളെ? ഫോറും ഫോറും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് എന്ത് കിട്ടും? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞ് കിട്ടും. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, therefore f is 1 1. f എന്താണെന്ന് പറയാം? 1 1 ആണെന്ന് പറയാം. ഇനി ഓൺ ടു ആണെന്ന് കാണിക്കാൻ എന്തെടുക്കണം? ഈക്വൽ ടു സം y ഇട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓൺ ടുന്റെ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെറ്റ് y ഈക്വൽസ് f of x. ഓക്കെ, f of x ന് എന്തായിട്ട് എടുക്കുന്നു? ഒരു y ആയിട്ട് എടുക്കുന്നു. therefore y ഈക്വൽസ് എന്ത് വരും? f of x എന്താ? 4x plus 3 ആണ്. ഇതിനെ പുറത്തോട്ട് എടുക്കുക, x ഈക്വൽ ടു എന്നുള്ള മോഡൽ എഴുതുക. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും y മൈനസ് 3 ബൈ 4. ഓക്കെ, ഇവിടെ ഇൻറ്റു 4 ആണ്. ഇവിടെ വരുമ്പോൾ എന്താകും? ബൈ 4 ഈക്വൽ ടു എന്തായിരിക്കും? x ആയിരിക്കും. ഓക്കെ, y മൈനസ് 3 ബൈ 4 ആറിലെ എലമെന്റ് അല്ലേ? ഒരു നമ്പറിന്റെ കൂടെ സബ്ട്രാക്ട് ചെയ്താലും ആറിന്റെ എലമെന്റ് കിട്ടും, ഡിവൈഡ് ചെയ്താലും ആറിന്റെ എലമെന്റ് തന്നെ കിട്ടും. ഓക്കെ, എലമെന്റ് ഓഫ് എന്താണ്? 6 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? f ഓഫ് y minus 3 by 4 equals, okay, equals എന്ത് വരും? 4x. Okay, so 4 times y minus 3 by 4 minus 3 plus 3. എന്തൊക്കെ ക്യാൻസൽ ആയി പോകും മക്കളെ? 4ഉം 4ഉം ക്യാൻസൽ ആയി പോകും. എന്നിട്ട് എന്ത് കിട്ടും? y minus 3 plus 3 minus 3 plus 3 ക്യാൻസൽ ആയി പോയിട്ട് y എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ f of x തുടങ്ങി എവിടെ എത്തി? y എന്ന് പറയുന്ന എലമെന്റ്. Therefore f is on 2. അപ്പൊ f 1 1 ആണെന്ന് കാണിച്ചു, f on 2 ആണെന്ന് കാണിച്ചു. Therefore f is എന്താണ്? ബൈജക്റ്റീവ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. f is since f is 1 1 and on 2, f is ബൈജക്റ്റീവ് എന്ന് വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടായിരുന്ന മക്കളെ? നമ്മള് ആ ഒരു സെക്കൻഡ് ഇയറിൽ പഠിക്കാണ്ടായിരുന്ന റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ഫുൾ ടോപ്പിക്കും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ 2024 24 2023 ഫസ്റ്റ് ടൈം പരീക്ഷ ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിക്ക് നിങ്ങൾ നോക്കിയിരുന്നാൽ സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓണപരീക്ഷയും ഫൈനൽ എക്സാം ഒക്കെ ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഓരോ ചാപ്റ്റർ ആയിട്ട് നമുക്കിനി ഓണം അടിച്ചു പൊളിക്കാം. ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനവും എന്ത് ചെയ്യാം? അടിച്ചു പൊളിക്കാം. എന്തിനൊപ്പം? ചെല്ലിയോടൊപ്പം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.